മഴയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അത് ഭൂമിയെ മാത്രമല്ല, മനസ്സുകളെയും നനയ്ക്കും. ജനാലയക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആര്യയുടെ മനസ്സിലും അത്തരം ചില മഴയോർമ്മകൾ പെയ്തിറങ്ങുകയായിരുന്നു. അവൾക്കിപ്പോൾ 20 വയസ്സായിരിക്കുന്നു. അവളുടെ അച്ഛൻ അപ്രത്യക്ഷനായിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. അച്ഛൻ പോയതിനു ശേഷം അവളുടെ ജീവിതം ഒരു ശൂന്യതയിലാണ്. എന്നാൽ ആ ശൂന്യതയിൽ അവൾക്ക് താങ്ങായതും തണലായതും വിവേകാണ്, അച്ഛന്റെ ഉറ്റ സുഹൃത്ത്. അവളുടെ വിവേകിന്റെ സാന്നിധ്യം എപ്പോഴും ആര്യയ്ക്ക് ഒരു ആശ്വാസമാണ്. അച്ഛനില്ലാത്ത ആ വീട്ടിൽ ഒരു മുതിർന്നവന്റെ ഉത്തരവാദിത്തത്തോടെ അവൻ അവളെ സംരക്ഷിച്ചു. അവളുടെ പഠനം, അവളുടെ ആവശ്യങ്ങൾ, അവളുടെ സന്തോഷങ്ങൾ എല്ലാം അവൻ ശ്രദ്ധിച്ച് ഒരു രക്ഷാകർത്താവായി അവൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലം കടന്നു പോകുന്തോറും ആ ബന്ധത്തിന് മറ്റൊരു തലം കൈവന്നു. ഒരു കൗമാരക്കാരിയുടെ മനസ്സിൽ ഒരു ആരാധനയായി തുടങ്ങിയ അത് പതിയെ പ്രണയമായി മാറുകയായിരുന്നു. പക്ഷേ ആര്യ അത് ആരോടും പറഞ്ഞില്ല, വിവേകിനോട് പോലും. അവൻ അവളെ ഒരു കൊച്ചുകുട്ടിയായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു. ഇപ്പോൾ ആര്യയുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ലണ്ടനിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു. അവളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അവൾ അവിടെ പഠിക്കണമെന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവൾക്ക് ഇനി 2 മാസം കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ആ സന്തോഷത്തിനിടയിലും അവളുടെ ഉള്ളിൽ ഒരു ഭയം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വിവേകിനെ പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ചുള്ള ഭയം. ആര്യ, വിവേകിന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു, എപ്പോഴും കാണുന്ന അതേ ശാന്തമായ ചിരിയോടെ. എന്താ ഇവിടെ നിൽക്കുന്നത്? ലഗേജൊക്കെ പാക്ക് ചെയ്തോ? അവൻ ചോദിച്ചു. ഇനിയും 2 മാസം ഉണ്ടല്ലോ അങ്കിൾ, അവൾ മറുപടി പറഞ്ഞു. അറിയാം, എങ്കിലും പെട്ടെന്നാവും ദിവസം പോകുന്നത്, അവൻ പറഞ്ഞു. നിന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു നീ അവിടെ പോയി നന്നായി പഠിക്കണം, ഒരു വലിയ നിലയിലെത്തണം എന്നത്. അവൾ മിണ്ടാതെ നിന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്താ, എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു, അവളുടെ തലയിൽ തലോടി. എനിക്കറിയാം നിനക്കെന്നെ പിരിഞ്ഞു പോകാൻ വിഷമമുണ്ടെന്ന്, പക്ഷേ നിന്റെ ഭാവിയാണ് പ്രധാനം. അവിടെ ചെന്നാലും ഞാൻ എപ്പോഴും വിളിക്കും, ലീവിൽ വരുമ്പോൾ കാണുകയും ചെയ്യാം. അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ ഒരു വിങ്ങലായി മാറുകയായിരുന്നു. അവൾക്ക് അവനെ വിട്ടുപോകാൻ കഴിയില്ല, പക്ഷേ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. അന്ന് വൈകുന്നേരം വിവേക് അവളോട് ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ ലോകം തന്നെ തകർന്നു വീഴുന്നത് പോലെ തോന്നി. ആര്യ, ഞാനൊരു കാര്യം പറയാൻ വരികയായിരുന്നു, അവൻ പറഞ്ഞു. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ആര്യക്ക് തന്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ സ്തബ്ധയായി നിന്നു. ആരുമായിട്ട്? അവളുടെ ശബ്ദം വിറച്ചു. ശ്വേത, നിനക്കറിയാമല്ലോ അവളെ. ഞങ്ങൾ കുറച്ചു നാളായി പ്രണയത്തിലാണ്. അടുത്ത മാസം വിവാഹം കാണും. ശ്വേതയെ ആര്യക്ക് അറിയാമായിരുന്നു, വിവേകിന്റെ ഒരു സുഹൃത്ത്, സുന്ദരിയും സ്മാർട്ടുമായ ഒരു പെൺകുട്ടി. അവരെ എപ്പോഴും ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. എന്നാൽ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ആര്യ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ ഹൃദയം തകരുകയായിരുന്നു. തന്റെ പ്രണയം ഒരിക്കലും സഫലമാകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും വിവേക് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആശംസകൾ അങ്കിൾ, അവൾ എങ്ങനെയോ പറഞ്ഞു. നീയും വരണം വിവാഹത്തിന്, ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പായിരിക്കുമല്ലോ, അവൻ പറഞ്ഞു. തീർച്ചയായും, അവൾ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. തന്റെ മുറിയിലെത്തി അവൾ വാതിലടച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞു. അവളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയിരിക്കുന്നു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. വിവേകില്ലാത്ത ഒരു ജീവിതം അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. വിവേകിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. ആര്യ അതിലെല്ലാം പങ്കെടുത്തു, പുറമെ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞുകൊണ്ട്. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. വിവാഹത്തിന് കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവേക് ഒരു പാർട്ടി സംഘടിപ്പിച്ചു. അവന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയായിരുന്നു അത്. പാർട്ടിക്കിടെ അവൻ മദ്യപിച്ചിരുന്നു, കുറച്ചധികം തന്നെ. രാത്രി വൈകി പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ വിവേക് അവളുടെ മുറിയിലേക്ക് വന്നു. അവൻ മദ്യലഹരിയിലായിരുന്നു. ആര്യ, അവൻ അവളെ വിളിച്ചു. അവൾ ഞെട്ടിപ്പോയി. അവൻ എന്തിനാണ് ഈ സമയത്ത് വന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്കിൾ, എന്താ ഈ സമയത്ത്? അവൾ ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു, അവളുടെ കൈകളിൽ പിടിച്ചു. ആര്യ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, അവൻ പറഞ്ഞു. അവൾക്ക് തന്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിവേക് എന്താണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്കിൾ, എന്താ ഈ പറയുന്നത്? നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. അവൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല ആര്യ, ഞാൻ പറയുന്നതാണ് സത്യം. നിന്നെ വലിയ ഇഷ്ടമാണ്, അവൻ വീണ്ടും പറഞ്ഞു. അവന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. വർഷങ്ങളായി അവൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. അവൾക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല. അവളുടെ പ്രണയവും അവനെ ആഗ്രഹിച്ചിരുന്നു. ആ രാത്രി അവർ ഒരുമിച്ചായിരുന്നു. ഒരു തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പരസ്പരം പ്രണയത്തിൽ അവർ എല്ലാം മറന്നു. ജാലഗൗരികൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയ പ്രഭാത സൂര്യന്റെ ഇളം കിരണങ്ങൾ ആര്യയുടെ മുഖത്ത് പതിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. പുറത്ത് മരച്ചില്ലകളിൽ പക്ഷി ചിലക്കുന്ന ശബ്ദം ഒരു മനോഹരമായ സംഗീതം പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി.
കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകൾ ഒരു കുളിർക്കാറ്റായി അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. വർഷങ്ങളായി താൻ നെഞ്ചിലൊളിപ്പിച്ച പ്രണയം പൂവണിഞ്ഞതിന്റെ അനിർവചനീയമായ സന്തോഷത്തിലായിരുന്നു അവൾ. താൻ സ്നേഹിക്കുന്ന പുരുഷൻ തന്റെ വിവേക് തന്റേത് മാത്രമായിരിക്കുന്നു എന്ന ചിന്ത അവളുടെ കവിളുകളിൽ നാണത്തിന്റെ ചുവപ്പ് പടർത്തി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിവേക് അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ശാന്തമായ ആ മുഖത്തേക്ക് നോക്കി കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം അലതല്ലുകയായിരുന്നു. അവൾ മൃദുവായി അവന്റെ മുടിയിഴകളിൽ തലോടി. ആ സ്പർശനത്തിൽ വിവേക് ഞെട്ടിയുണർന്നു. കണ്ണുകൾ തുറന്ന അവൻ ചുറ്റും നോക്കി. താൻ എവിടെയാണെന്നറിയാതെ ഒരു നിമിഷം അവൻ പകച്ചുപോയി. ഇത് തന്റെ മുറിയല്ലെന്നും താൻ കിടക്കുന്നത് ആര്യയുടെ അരികിലാണെന്നും തിരിച്ചറിഞ്ഞ നിമിഷം അവന്റെ മുഖത്തെ ചോര വാർന്നുപോയി. ആര്യ, ഈശ്വര, ഞാൻ എന്തിനാ നിന്റെ മുറിയിൽ? വിവേക് പരിഭ്രാന്തിയോടെ ചോദിച്ചു. അവൻ തലക്ക് കൈകൊടുത്തു. മദ്യത്തിന്റെ ഹാങ് ഓവർ അവനെ അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. ആര്യയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അങ്കിൾ, ഇന്നലെ രാത്രി അവൾ പകുതിക്ക് വെച്ച് നിർത്തി. ഇന്നലെ രാത്രി എന്തു സംഭവിച്ചു? ദൈവമേ, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. അവൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നിങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നമ്മൾ... ആര്യയുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ടതും വിവേകിന്റെ മുഖത്ത് ദേഷ്യവും നിരാശയും ഒരുമിച്ച് മിന്നിമറഞ്ഞു. ഇല്ല ആര്യ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ തീർത്തും മദ്യലഹരിയിലായിരുന്നു. എനിക്ക് സ്വബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ് നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന്. ആ ഞാൻ തന്നെ. അവൻ സ്വയം ശപിച്ചുകൊണ്ട് തലമുടിയിൽ വിരലുകൾ കോർത്തു വലിച്ചു. പക്ഷെ അങ്കിൾ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവൾ വീണ്ടും പറയാൻ ശ്രമിച്ചു. അത് വെറും മദ്യത്തിന്റെ ജൽപ്പനങ്ങൾ മാത്രമായിരുന്നു ആര്യ. അവന്റെ ശബ്ദം അല്പം കടുത്തു. നീ എന്റെ സുഹൃത്തിന്റെ മകളാണ്. എനിക്ക് നിന്നെ അതിനപ്പുറം കാണാൻ കഴിയില്ല. ഞാൻ ശ്വേതയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതം അവളോടൊപ്പമാണ്. ഇന്നലെ രാത്രി നടന്നത് വലിയൊരു തെറ്റാണ്, ഒരു അബദ്ധം. ഇതിവിടെ അവസാനിക്കണം. ഇത് മറ്റാരും, പ്രത്യേകിച്ച് ശ്വേത, അറിയരുത്. ഒരു നിമിഷം കൊണ്ട് ആര്യയുടെ ലോകം തലകീഴായി മറിഞ്ഞു. താൻ പടുത്തുയർത്തിയ സ്വപ്നഗോപുരങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ശബ്ദം അവൾ കേട്ടു. അവൻ തന്നെ സ്നേഹിച്ചിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിലെ ആ നിമിഷങ്ങൾ അവന് വെറും ഒരു അബദ്ധം മാത്രമായിരുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അവളുടെ ഹൃദയത്തിന് കഴിഞ്ഞില്ല. തൊണ്ടയിൽ കുരുങ്ങിയ കരച്ചിൽ പുറത്തു പോവാതിരിക്കാൻ അവൾ പാടുപെട്ടു. അതെയല്ലേ, അതൊരു അബദ്ധമായിരുന്നു. ഇത് ആരും അറിയില്ല. കണ്ണുനീർ മറച്ചു വെച്ചുകൊണ്ട് അവൾ പുറംതിരിഞ്ഞു നിന്നു. വിവേക് കുറ്റബോധത്തോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം വേഗത്തിൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. വാതിലടഞ്ഞതും ആര്യ കട്ടിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവളുടെ ഹൃദയം പറഞ്ഞു പോകുന്ന വേദന അവൾ അനുഭവിച്ചു. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ലണ്ടനിലേക്കുള്ള യാത്ര എത്രയും വേഗമാക്കണമെന്ന് അവൾ തീരുമാനിച്ചു. വിവേകിന്റെ ഒരു സഹായവും ഇനി തനിക്ക് വേണ്ട. വിമാന ടിക്കറ്റും വിസയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഇനിയും കുറച്ചുകൂടി പണം അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനായി നഗരത്തിലെ തിരക്കേറിയ ഒരു പ്രശസ്തമായ കഫേയിൽ അവൾ പാർട്ട് ടൈം ജോലിക്ക് കയറി. പഠനവും പാർട്ട് ടൈം ജോലിയുമായി അവൾ സ്വയം തിരക്കിലാവാൻ ശ്രമിച്ചു. വിവേകിനെ മുഖാമുഖം കാണാതിരിക്കാൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. കഫേയിലെ ജോലി അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. അവിടെ വരുന്ന ആളുകളുടെ തിരക്കുകൾക്കിടയിൽ അവൾ തന്റെ വേദനകൾ മറക്കാൻ ശ്രമിച്ചു. അങ്ങനെയിരിക്കെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു സായാഹ്നത്തിൽ ആര്യ കഫേയിലെ ഒരു ടേബിൾ വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്ന് കഫേയുടെ ഗ്ലാസ് ഡോർ തുറന്ന് രണ്ടുപേർ അകത്തേക്ക് വന്നു. അവരെ കണ്ടതും ആര്യയുടെ കയ്യിലിരുന്ന ഡസ്റ്റർ നിലത്തേക്ക് വീണു. വിവേകും ശ്വേതയുമായിരുന്നു അത്. വിവേക് അവളെ കണ്ടെങ്കിലും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ശ്വേതയുടെ കൈപിടിച്ച് ജനാലയ്ക്കരികിലുള്ള ഒരു ടേബിളിലേക്ക് നടന്നുപോയി. അവരുടെ ഓർഡർ എടുക്കാൻ ആര്യക്ക് തന്നെ പോകേണ്ടി വന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വേത അവളെ കണ്ടപ്പോൾ അതിശയത്തോടെ ചിരിച്ചു. ആര്യ, നീ ഇവിടെ ജോലി ചെയ്യുകയാണോ? വിവേക് എന്നോട് പറഞ്ഞില്ലല്ലോ. വിവേക് ആര്യയുടെ മുഖത്തേക്ക് നോക്കാതെ മെനു കാർഡിലേക്ക് നോക്കിയിരുന്നു. ഓർഡർ എടുത്ത് തിരികെ നടക്കുമ്പോൾ ആര്യയുടെ കാലുകൾ പതറുന്നുണ്ടായിരുന്നു. അവൾ അവർക്കുള്ള കാപ്പിയും സ്നാക്സും കൊണ്ടുവന്നു വെച്ചു. പെട്ടെന്ന് കഫേയിലെ ലൈറ്റുകൾ മങ്ങി. പശ്ചാത്തലത്തിൽ നേർത്ത ഒരു റൊമാൻറ്റിക് സംഗീതം ഒഴുകിയെത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ വിവേകിലേക്കും ശ്വേതയിലേക്കും തിരിഞ്ഞു. വിവേക് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ശ്വേതയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. അവന്റെ കയ്യിൽ മനോഹരമായ ഒരു വെൽവെറ്റ് പെട്ടി ഉണ്ടായിരുന്നു. ശ്വേത, നീയാണ് എന്റെ ജീവൻ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നീയാണ്. എന്നെ വിവാഹം കഴിക്കാമോ? അവൻ ആ പെട്ടി തുറന്ന് വജ്രമോതിരം അവൾക്ക് നേരെ നീട്ടി. ശ്വേത സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. യെസ്, 1000 വട്ടം യെസ്. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. കഫേയിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ച് അവരെ അഭിനന്ദിച്ചു. കൗണ്ടറിന് സമീപം ഇതൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ആര്യ. വിവേക് മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. തന്നോടുള്ള യാതൊരു ബാധ്യതയും അവനിനി ഇല്ലെന്നും താൻ ഇനി അവനെ ഓർത്ത് സമയം കളയരുതെന്നും കാണിച്ചു തരാൻ വേണ്ടി അവൻ നടത്തിയ ഒരു നാടകം. അവളുടെ നെഞ്ചിൽ ആരോ ആഞ്ഞു കുത്തുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. ചുറ്റുമുള്ള ലോകം വല്ലാതെ കറങ്ങുന്നത് പോലെ, ശബ്ദങ്ങളെല്ലാം വിദൂരയിലേക്ക് മറിയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. വല്ലാത്തൊരു തലകർക്കവും ക്ഷീണവും അവളെ പൊതിഞ്ഞു. കൗണ്ടറിലെ മേശയിൽ മുറുകെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ ഒരു പക്ഷേ അവിടെ തളർന്നു വീണേനെ. അവന്റെ ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ അവളുടെ ഉള്ളിലെ നേരിയ പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും ഇല്ലാതായി. ഇനി ഒരിക്കലും തിരികെ വരാത്ത വിധം അവളുടെ മനസ്സ് മരവിച്ചു പോയിരുന്നു.
ഒപ്പം അവളുടെ ശരീരത്തിലും താൻ അറിയാതെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഫയിലെ ആ സംഭവത്തിന് ശേഷം ആര്യയുടെ ജീവിതം ഒരു ഇരുണ്ട ഗുഹയിൽ അകപ്പെട്ടതുപോലെയായി. വസന്തം ഒഴിഞ്ഞുപോയ ഒരു മരം പോലെ അവൾ തളർന്നു. ശരീരത്തിന്റെ തളർച്ച വെറും ഒരു മാനസികാഘാതത്തിന്റെ ബാക്കി പത്രമാണെന്നാണ് അവൾ ആദ്യം കരുതിയത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതോറും ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചു വന്നു. രാവിലെയുള്ള വല്ലാത്ത ക്ഷീണവും തലകറക്കവും ഒടുവിൽ അസഹനീയമായപ്പോൾ അവൾ നഗരത്തിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു. ആരും അറിയാതെ തികച്ചും ഏകാഗിയായിട്ടായിരുന്നു അവളുടെ ആശുപത്രി യാത്ര. പരിശോധനാഫലങ്ങൾക്കായി കാത്തിരിക്കുന്ന ആ നിമിഷങ്ങളിൽ വല്ലാത്തൊരു ശൂന്യത അവളെ പൊതിഞ്ഞു നിന്നിരുന്നു. ജനാലയിലൂടെ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒടുവിൽ ഡോക്ടറുടെ മുറിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ അവളുടെ ഹൃദയം അകാരണമായി മിടിച്ചു. ആര്യ, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ഡോക്ടർ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം ഡോക്ടർ തുടർന്നു. യു ആർ പ്രഗ്നന്റ്. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് അവരുടെ കാതുകളിൽ പതിച്ചത്. ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമായതുപോലെ. ഒരു പുതിയ ജീവൻ തന്റെ ഉള്ളിൽ തുടിക്കുന്നുണ്ടെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. അത് സത്യമാണോ ഡോക്ടർ? അവളുടെ ശബ്ദം വല്ലാതെ വിറച്ചു. അതെ, 100%. പക്ഷേ ആര്യയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്. ശരീരം വളരെ ദുർബലമായതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. ഗർഭഛിദ്രത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പൂർണ്ണമായ വിശ്രമം അത്യാവശ്യമാണ്, ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. കുറിപ്പടിയും മരുന്നുകളും വാങ്ങി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും അവളുടെ കണ്ണുകളിൽ പതിയുന്നുണ്ടായിരുന്നില്ല. കാർമേഘങ്ങൾ മൂടിയ ആകാശം പോലെ അവളുടെ മനസ്സും ഭാരപ്പെട്ടിരുന്നു. തന്റെ ഉദരത്തിൽ വളരുന്ന താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന പുരുഷന്റെ അംശത്തെക്കുറിച്ച് അവൾ എപ്പോഴൊക്കെയോ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് അതൊരു വലിയ ശാപമായി മാറുമോ എന്ന് അവൾ ഭയന്നു. ഈ വിവരം എന്തായാലും വിവേകിനെ അറിയിക്കേണ്ടതുണ്ടെന്ന് അവൾ തീരുമാനിച്ചു. എന്തുതന്നെ സംഭവിച്ചാലും ഈ കുഞ്ഞിന്റെ പിതാവ് അവനാണ്. സത്യമറിയാനുള്ള അവകാശം അവനുണ്ട്. വീട്ടിലെത്തിയ ശേഷം മൊബൈൽ ഫോൺ എടുത്ത് വിവേകിന്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീണ്ട ബെല്ലുകൾക്കൊടുവിൽ അവൾ ഫോൺ എടുത്തു. ഹലോ വിവേക്, അവൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. അങ്കിൾ എന്ന പഴയ വിളി അപ്പോഴേക്കും അവൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നു. എന്താ ആര്യ? ഞാൻ വളരെ തിരക്കിലാണ്. ശ്വേതയുടെ കൂടെ പുറത്താണ്. അവന്റെ സ്വരം തികച്ചും യാന്ത്രികവും തണുപ്പുള്ളതുമായിരുന്നു. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരിട്ട് പറയാനുണ്ട്. വല്ലാതെ വയ്യ, ഒന്ന് വരാമോ? അവൾ യാചിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് വരാൻ പറ്റില്ല ആര്യ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരക്കിലാണ്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പണം അക്കൗണ്ടിലേക്ക് അയച്ചു തരാം. അല്ലാതെ എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ആ മറുപടി അവളുടെ നെഞ്ചിൽ അവസാനത്തെ ആണിയും തറയ്ക്കുന്നതായിരുന്നു. അവന് താൻ വെറുമൊരു ശല്യം മാത്രമായി മാറിയിരിക്കുന്നു. അന്ന് ആര്യയുടെ 22ാം ജന്മദിനമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കൃത്യം 12 മണിക്ക് അവൾക്ക് ആശംസകളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി വിവേക് ഓടിയെത്തുമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് അവൻ ആ ഓർമ്മയിൽ അല്ലെങ്കിലും തന്നെ തേടി വരുമായിരിക്കുമെന്ന് ആ പാവ മനസ്സ് വെറുതെ ആശിച്ചുപോയി. ലണ്ടനിലേക്കുള്ള അവളുടെ ഫ്ലൈറ്റ് അന്ന് രാത്രിയായിരുന്നു. അതിനു മുൻപായി അവനെ അവസാനമായി ഒന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചു. ജനാലപ്പടിയിൽ മഴത്തുള്ളികൾ ഇറ്റുവീഴുന്നത് നോക്കി അവൾ മണിക്കൂറുകളോളം കാത്തിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെ അവൾ വീണ്ടും അവനെ വിളിച്ചു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. പക്ഷെ മറുതലക്കിൽ കേട്ടത് വിവേകിന്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ശ്വേതയുടെ സ്വരമായിരുന്നു. ഹലോ, ആര്യയാണോ? ശ്വേതയുടെ സ്വരത്തിൽ ക്രൂരമായ ഒരു പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. ആര്യ സ്തംഭിച്ചു പോയി. വിവേക് എവിടെ? അവൾ പതർച്ചയോടെ ചോദിച്ചു. വിവേക് ഇപ്പോൾ ഷവറിലാണ്. നിനക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ശ്വേതയുടെ വാക്കുകൾ ഒരു മൂർച്ചയുള്ള കത്തി പോലെയാണ് ആര്യയുടെ ഹൃദയത്തിൽ കുത്തിയിറങ്ങിയത്. പിന്നെ ഇന്ന് നിന്റെ ജന്മദിനമാണെന്ന് എനിക്കറിയാം. പക്ഷെ വിവേക് ഇന്ന് നിന്നെ കാണാൻ വരില്ല. അവൻ ഇനി എന്റെ സ്വന്തമാണ്. മേലാൽ എന്റെ കാമുകനെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഫോൺ കട്ടായ ശബ്ദം കേട്ട് ആര്യ തളർന്നിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയില്ല. പകരം അവൾ വല്ലാതെ ശാന്തയാവുകയായിരുന്നു. ഉള്ളിലെ കൊടുങ്കാറ്റുകളെല്ലാം അടങ്ങി ഒരു വല്ലാത്ത നിശബ്ദത അവളിൽ നിറഞ്ഞു. ഇനി ഒരിക്കലും താൻ ആ മനുഷ്യന് മുന്നിൽ സ്നേഹത്തിനായി കൈനീട്ടില്ല എന്ന് അവൾ ഉറപ്പിച്ചു. തന്റെ സാധനങ്ങളെല്ലാം അവൾ പെറുക്കി വെച്ചു. ആ നഗരത്തിലെ, ആ വീട്ടിലെ ഓർമ്മകളെല്ലാം എന്നേക്കുമായി ഉപേക്ഷിക്കാൻ അവൾ തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ വിവേക്. മഴ നനഞ്ഞ് കയ്യിൽ ഒരു മനോഹരമായ സമ്മാനപ്പൊതിയുമായി അവൻ അല്പം കിതച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. തന്റെ കാമുകിയെ തനിച്ചാക്കി അവൻ ഓടി വന്നിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ആര്യ. അവൻ ആ സമ്മാനപ്പൊതി അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ലോകത്തിൽ ഒരെണ്ണം മാത്രമേയുള്ളൂ. നിന്നെ പോലെ തന്നെ വളരെ സ്പെഷ്യലായ ഒന്ന്. ആര്യ ആ സമ്മാനത്തിലേക്ക് യാന്ത്രികമായി നോക്കി. അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണിലെ ആ പഴയ പ്രണയവും തിളക്കവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിവേക് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അവൾ അവനിൽ നിന്ന് ഒരുപാട് കാതങ്ങൾ അകലെയായി കഴിഞ്ഞിരുന്നു. ഒരു പുതിയ ജീവിതത്തിലേക്കും തന്റേത് മാത്രമായൊരു ലോകത്തിലേക്കും പറന്നുയരാൻ അവൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു എന്ന് ആ നിമിഷം വിവേക് അറിഞ്ഞിരുന്നില്ല.
മഴയ്ക്കന്ന് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. ജനാലച്ചില്ലുകളിൽ ആഞ്ഞടിക്കുന്ന മഴത്തുള്ളികൾക്ക് അവളുടെ ഹൃദയമിടിപ്പിന്റെ അതേ താളമായിരുന്നു. വാതിൽക്കൽ കിതച്ചുകൊണ്ട് നിൽക്കുന്ന വിവേകിനെ നോക്കുമ്പോൾ ആര്യയുടെ കണ്ണുകളിൽ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് ആ മുഖം കാണുമ്പോൾ അവളുടെ ഉള്ളിൽ ഉരിഞ്ഞിരുന്ന 1000 വസന്തങ്ങൾ ഇന്ന് പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. അവൻ നീട്ടിയ ആ സമ്മാനപ്പൊതി അവൾ യാന്ത്രികമായി വാങ്ങി. അതിനുള്ളിൽ തിളങ്ങുന്ന മനോഹരമായ ഒരു രത്നപതക്കമായിരുന്നു. ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് ആര്യ, ലോകത്തിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നിന്നെ പോലെ, വിവേക് വീണ്ടും പറഞ്ഞു. അവന്റെ സ്വരത്തിൽ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. അവളുടെ ആ നിസ്സംഗത അവനെ വല്ലാതെ ഭയപ്പെടുത്തി. ആ പതക്കം കയ്യിലെടുത്തു നോക്കുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ വിളറിയ ഒരു പുഞ്ചിരി വിടർന്നു, ഒരു പരിഹാസച്ചിരി. വിവേക്, അവൾ വിളിച്ചു. ആ വിളിയിൽ അങ്കിൾ എന്ന ആദരവോ സ്നേഹമോ ഇല്ലായിരുന്നു. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. എന്റെ 22ാം ജന്മദിനത്തിൽ ഞാൻ എന്ത് ആഗ്രഹമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വിവേക് ഉത്തരം പറയാനാവാതെ സ്തംഭിച്ചു നിന്നു. ഇതുവരെയുള്ള എന്റെ എല്ലാ ജന്മദിനങ്ങളിലും ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു, നിങ്ങളെ എനിക്ക് വേണമെന്നത്. നിങ്ങളുടെ സ്നേഹവും സാമീപ്യവും മാത്രമായിരുന്നു എന്റെ ലോകം. എന്നാൽ ഇന്ന് ഈ നിമിഷം എന്റെ ആഗ്രഹം അതല്ല. അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ സമുദ്രത്തോളം ആഴമുള്ള സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കണം ശ്വേതക്കൊപ്പം. നിങ്ങളുടെ പുതിയ ലോകത്തിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കണം. അതാണ് ഇന്നത്തെ എന്റെ ആഗ്രഹം. ആ വാക്കുകൾ വിവേകിന്റെ ഹൃദയത്തിൽ കൊള്ളിയാൻ പോലെ പതിച്ചു. എന്തിനാണ് ഇവൾ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാനാവാതെ അവൻ കുഴങ്ങി. ആര്യ ആ സമ്മാനപ്പൊതി അവന് നേരെ തന്നെ തിരികെ നീട്ടി. ഇത് എനിക്കുള്ളതല്ല വിവേക്, ഇത് ശ്വേതക്കുള്ളതാണ്. അവളുടെ സ്നേഹത്തിനും അവകാശങ്ങൾക്കും ഉള്ളതാണ്. എന്റെ കഴുത്തിലണിയാൻ ഇതിന് അർഹതയില്ല. അവളുടെ സ്വരത്തിൽ യാതൊരു വിറയലും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ദൃഢത ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ വിളിക്കരുത്, എന്നെ അന്വേഷിച്ച് വരികയും അരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ അച്ഛന് നിങ്ങൾ കൊടുത്ത വാക്ക്, ആ വലിയ ബാധ്യതയിൽ നിന്ന് ഞാൻ നിങ്ങളെ എന്നേക്കുമായി സ്വതന്ത്രനാക്കുന്നു. വിട വിവേക്. ഒന്നും മിണ്ടാനാവാതെ തറച്ചു നിന്ന അവന്റെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. കാമുകിയെ തനിച്ചാക്കി മഴയത്ത് ഓടി വന്ന തന്നോട് അവൾ എന്തിനാണ് ഇത്രയും ക്രൂരമായി സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവന്റെ ഉള്ളിലെവിടെയോ ഒരു വിങ്ങൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അവനൊന്നും പറയാതെ പതിയെ തിരിഞ്ഞു നടന്നു. മഴയിലേക്ക് നടന്നിറങ്ങുന്ന അവന്റെ രൂപം മറയുന്നതുവരെ ആര്യ നോക്കി നിന്നു. പിന്നെ പതുക്കെ വാതിലടച്ചു. അവസാനത്തെ കണ്ണുനീർ തുള്ളിയും അവൾ തുടച്ചു മാറ്റി. ഇനി തനിക്ക് കരയാൻ സമയമില്ല. തന്റെ ഉദരത്തിൽ തുടിക്കുന്ന പുതിയ ജീവന്റെ കാവലായി പുതിയൊരു ലോകത്തേക്ക് പറക്കാൻ അവൾക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. അവൾ തന്റെ ലഗേജുകളെല്ലാം എടുത്ത് പുറത്തേക്ക് നടന്നു. അവൾക്കായുള്ള ടാക്സി കാത്തു നിൽപ്പുണ്ടായിരുന്നു. വീടിന്റെ പടിയിറങ്ങുമ്പോൾ അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. തന്റെ ബാല്യവും കൗമാരവും സ്വപ്നങ്ങളും പ്രണയവും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ആ വീടിനോട് അവൾ നിശബ്ദമായി വിട പറഞ്ഞു. പിന്നെ കാറിൽ കയറി എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. മഴയുടെ തണുപ്പിലും അവളുടെ ഒരു കൈ തന്റെ വയറ്റിൽ സംരക്ഷണ വലയം തീർത്തിരുന്നു. അതേസമയം തന്റെ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയ വിവേക് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. നനഞ്ഞ വസ്ത്രം പോലും മാറാൻ നിൽക്കാതെ അവൻ സോഫയിലേക്ക് വീണു. ആര്യയുടെ മുഖത്തെ ശൂന്യത അവനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവളുടെ അവസാനത്തെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. ബാധ്യതകളിൽ നിന്ന് ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവളുടെ കണ്ണുകളിൽ താൻ കണ്ടത് വെറുപ്പായിരുന്നില്ല, മറിച്ച് എല്ലാം ഉപേക്ഷിച്ചവളുടെ ഭാവമായിരുന്നു. പെട്ടെന്ന് അവനൊരു നടുക്കമുണ്ടായി. ലണ്ടനിലേക്കുള്ള യാത്ര അവൾ ഇന്ന് രാത്രി പോവുകയാണോ? താൻ ഇതെങ്ങനെ മറന്നു? അവൻ വേഗത്തിൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആര്യയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവന്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ആ യാന്ത്രികമായ ശബ്ദം കേട്ടപ്പോൾ അവന്റെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവൻ വീണ്ടും വീണ്ടും വിളിച്ചു. യാതൊരു ഫലവും ഉണ്ടായില്ല. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. താൻ എന്താണ് ഈ ചെയ്തത്? താൻ പ്രാണൻ തുല്യം തന്നെ സ്നേഹിച്ചിരുന്നവളെ താൻ സ്വന്തം കൈകൊണ്ട് അകറ്റുകയായിരുന്നില്ലേ? ശ്വേതയുമായുള്ള വിവാഹം വെറുമൊരു നാടകം മാത്രമായിരുന്നില്ലേ? ആര്യയെ തന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി താൻ സ്വയം കെട്ടിയാടിയ ക്രൂരമായ ഒരു നാടകം. കഴിഞ്ഞ രാത്രിയിൽ അവളോട് താൻ പറഞ്ഞത് തന്റെ ഉള്ളിലെ യഥാർത്ഥ പ്രണയമായിരുന്നു. പക്ഷേ രാവിലെ അതെല്ലാം മദ്യത്തിന്റെ കെട്ടിലാണെന്ന് പറഞ്ഞ് ഞാൻ അവളെ ചതിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഇല്ല, അവൾക്ക് പോകാൻ കഴിയില്ല. തന്നെ തനിച്ചാക്കി അവൾക്ക് പോകാൻ കഴിയില്ല. തനിക്ക് അവളെ വേണം. അവൻ വേഗത്തിൽ കാറിന്റെ താക്കോലും എടുത്ത് പുറത്തേക്ക് ഓടി. മഴയുടെ ശക്തി അപ്പോഴും കുറഞ്ഞിരുന്നില്ല. എയർപോർട്ടിലേക്കുള്ള വഴിയിൽ വണ്ടി പറപ്പിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആര്യയുടെ മുഖം മാത്രമായിരുന്നു. ട്രാഫിക്കിനെയും മഴയെയും വകവെക്കാതെ അവൻ വണ്ടി ഓടിച്ചു. ഓരോ സെക്കൻഡും അവന് യുഗങ്ങൾ പോലെ തോന്നി. എയർപോർട്ടിലെത്തിയ അവൻ വണ്ടി അവിടെ ഒരു വശത്ത് നിർത്തിയിട്ട് അക്ഷമയോടെ കാർ പാർക്കിങ്ങിൽ നിന്നും ഡിപ്പാർച്ചർ ടെർമിനലിലേക്ക് ഭ്രാന്തനെ പോലെ ഓടി. അവളുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ അവന്റെ കണ്ണുകൾ അവളെ പരതുകയായിരുന്നു. വിമാനത്താവളത്തിന്റെ തിളക്കമുള്ള നിയോൺ വെളിച്ചങ്ങൾക്ക് അന്ന് വല്ലാത്തൊരു മരവിപ്പായിരുന്നു. യാത്രക്കാരുടെ തിരക്കുകൾക്കിടയിലൂടെ അവരുടെ ഉന്തും തള്ളും വകവയ്ക്കാതെ ഒരു ഭ്രാന്തനെ പോലെ വിവേക് ഓടുകയായിരുന്നു. അവന്റെ ഹൃദയം വാരിയലുകൾ ഭേദിച്ച് പുറത്തു ചാടുന്നത് പോലെ ഇടിച്ചുകൊണ്ടിരുന്നു. മഴവെള്ളം ഇറ്റുവീഴുന്ന മുടിയും വിയർപ്പിൽ കുതിർന്ന വസ്ത്രങ്ങളും അവനൊരു പരിഭ്രാന്തനായ മനുഷ്യന്റെ രൂപം നൽകി. ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ ഡിപ്പാർച്ചർ ഗേറ്റുകൾ ലക്ഷ്യമാക്കി അവൻ കുതിച്ചു. ഓരോ മുഖങ്ങളിലും അവൻ ആര്യയെ തിരയുകയായിരുന്നു.
ആ നീണ്ട കാർമേഘം പോലെയുള്ള മുടിയും സങ്കടം തളം കെട്ടി നിൽക്കുന്ന ആ കണ്ണുകളും എവിടെയെങ്കിലും കാണാനാകുമെന്ന് അവൻ വല്ലാതെ മോഹിച്ചുപോയി. കിതച്ചുകൊണ്ട് അവൻ എയർലൈൻസിന്റെ ഇൻഫോർമേഷൻ ഡെസ്കിന് മുന്നിലെത്തി. ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. കിതപ്പു കാരണം അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കൗണ്ടറിൽ ഇരുന്ന ഉദ്യോഗസ്ഥൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയ ശേഷം അവന് നേരെ തിരിഞ്ഞു. ക്ഷമിക്കണം സർ, ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് 10 മിനിറ്റ് മുമ്പ് ടേക്ക് ഓഫ് ചെയ്തു കഴിഞ്ഞു. ബോർഡിംഗ് എല്ലാം നേരത്തെ അവസാനിച്ചിരുന്നു. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് വിവേകിന്റെ കാതുകളിൽ പതിച്ചത്. കാലുകൾക്ക് താഴെ നിന്നും ഭൂമി പിളർന്നു പോകുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. തല കറങ്ങുന്നത് പോലെ തോന്നിയ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് കസേരയിലേക്ക് തളർന്നു വീണു. തന്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൻ വിതുമ്പി. ചുറ്റുമുള്ള ലോകം അവന് ചുറ്റും കറങ്ങുന്നത് പോലെ ശബ്ദങ്ങളെല്ലാം ഒരു മൂളലായി മാറി. താൻ എന്താണ് ഈ ചെയ്തത്? ഏത് ശരിക്ക് വേണ്ടിയാണോ താൻ ഇത്രയും വലിയൊരു ക്രൂരത അവളോട് കാണിച്ചത്? ആ ശരി ഇന്ന് തന്നെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. അവൾക്ക് 22 വയസ്സും തനിക്ക് 32 വയസ്സും. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളെ സംരക്ഷിക്കേണ്ട താൻ അവളെ പ്രണയിക്കുന്നത് ഒരു തെറ്റാണെന്ന് അവൻ വിശ്വസിച്ചു. അവളുടെ ശോഭനമായ ഭാവിക്ക് താനൊരു തടസ്സമാകരുതെന്ന് കരുതിയാണ് ശ്വേതയെ കൊണ്ട് ആ നാടകം കളിപ്പിച്ചത്. താൻ മറ്റൊരുവളുടേതാകാൻ പോകുന്നു എന്നറിയുമ്പോൾ അവൾ തന്നെ വെറുക്കുമെന്നും ആ വെറുപ്പിന്റെ കരുത്തിൽ അവൾ ലണ്ടനിൽ പോയി പഠിച്ച് വലിയവളാകുമെന്നും അവൻ സ്വപ്നം കണ്ടു. പക്ഷെ കഴിഞ്ഞ രാത്രിയിലെ മദ്യലഹരിയിൽ അവൾക്കരികിൽ താൻ തന്റെ യഥാർത്ഥ പ്രണയം വെളിപ്പെടുത്തിയപ്പോൾ അതൊരു അബദ്ധമാണെന്ന് പിറ്റേന്ന് രാവിലെ പറയേണ്ടി വന്നപ്പോൾ അതെല്ലാം അവളുടെ ഹൃദയത്തെ എത്രമാത്രം ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് അവൻ ഇപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. ഒരു യന്ത്രമനുഷ്യനെ പോലെ അവൻ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി വണ്ടി ഓടിച്ചു. തിരികെ ആര്യയുടെ വീട്ടിലെത്തുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു. വീട് പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അവളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മുറിയിലേക്ക് അവൻ കയറി. അവിടെ അവളുടെ പെർഫ്യൂമിന്റെ നേർത്ത ഗന്ധം അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അലമാരകളും മേശകളും ശൂന്യമാണ്. പെട്ടെന്നാണ് മേശപ്പുറത്ത് പേപ്പർ വെയിറ്റിനിടയിൽ വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു കവർ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ വിവേകിനി എന്ന് അവളുടെ കൈപ്പടയിൽ എഴുതിയിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൻ ആ കവർ തുറന്നു. അതിൽ അവളുടെ കണ്ണുനീർ വീണാക്ഷരങ്ങൾ പടർന്ന ഒരു കത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട വിവേക്, ഈ കത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ നഗരത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയിട്ടുണ്ടാകും. എന്റെ അച്ഛനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും നിങ്ങളെയാണ്. ആ വിശ്വാസം പ്രണയമായി മാറിയത് എന്നാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ ശ്വേതയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ എന്നെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ പിറ്റേന്ന് അതൊരു അബദ്ധമാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ ലോകമാണ് തകർന്നത്. നിങ്ങൾ എന്നെ അകറ്റാൻ വേണ്ടി ശ്വേതയുമായി ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ആ വിവാഹ അഭ്യർത്ഥന എന്ന് എനിക്ക് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. എനിക്ക് വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ സ്വയം വില്ലനായി മാറിയതാണെന്ന് എനിക്കറിയാം. പക്ഷേ വിവേക്, ആ സ്നേഹപ്രകടനത്തിന് വലിയൊരു വില നൽകേണ്ടി വന്നത് ഞാനാണ്. ഞാൻ പോവുകയാണ്. ഒറ്റക്കല്ല, എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു അംശം ജീവൻ വെക്കുന്നുണ്ട്. അതേ വിവേക്, ഞാനൊരു അമ്മയാകാൻ പോകുന്നു. ഈ സത്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഇതൊരു ബാധ്യതയായി നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കുഞ്ഞിനെ ഒരു കുറവും വരാതെ ഞാൻ വളർത്തിക്കൊള്ളാം. നിങ്ങൾ എനിക്കും എന്റെ അച്ഛനും നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും നന്ദി. ശ്വേതക്കൊപ്പം സന്തുഷ്ടമായ ഒരു ജീവിതം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് സ്വന്തം ആര്യ. കത്ത് വായിച്ചു തീർന്നതും വിവേക് ഒരു കൊച്ചുകുട്ടിയെ പോലെ അലറിക്കരഞ്ഞുപോയി. ആ കടലാസ് കൃഷ്ണൻ നെഞ്ചോട് ചേർത്ത് അവൻ തറയിലേക്ക് വീണു. തന്റെ കുഞ്ഞ്, തന്റെ പ്രാണന്റെ പാതി, തന്റെ വിഡ്ഢിത്തം കാരണം തനിക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ ലോകം തന്നെയാണ്. ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത വിധം അവൾ അകന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അവനോട് ക്ഷമിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ ശൂന്യമായ മുറിയിൽ അവന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ മാത്രം മാറ്റൊലി കൊണ്ടു. അതേസമയം ആയിരക്കണക്കിന് അടികൾക്ക് മുകളിൽ മേഘപടലങ്ങളെ കീറി മുറിച്ച് ലണ്ടനിലേക്കുള്ള വിമാനം കുതിച്ചു പായുകയായിരുന്നു. വിമാനത്തിന്റെ ചെറിയ ജനാലിലൂടെ പുറത്തു കാണുന്ന അനന്തമായ ആകാശത്തേക്ക് നോക്കി ആര്യ ഇരിപ്പുണ്ടായിരുന്നു. കാർമേഘങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ നക്ഷത്രം അവൾക്ക് നേരെ കൺചിമ്മുകയാണ്. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണുനീരല്ല, പകരം വല്ലാത്തൊരു തിളക്കവും ആത്മവിശ്വാസവുമാണ്. തന്റെ വയറ്റിൽ ഇരു കൈകളും ചേർത്ത് വെച്ച് അവൾ മൃദുവായി പുഞ്ചിരിച്ചു. ഇനി അവൾക്ക് തളരാൻ കഴിയില്ല. അവളുടെ ഉള്ളിൽ തുടിക്കുന്ന പുതിയ ജീവന് അവൾ ഒരു തണലാകണം. ഇരുണ്ട ഭൂതകാലത്തെ ഓർമ്മകളുടെ മഴക്കാടുകളിൽ ഉപേക്ഷിച്ച് പുതിയൊരു പ്രഭാതം തേടിയുള്ള അവളുടെ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. ആകാശത്തിന്റെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്. അങ്ങനെ പെയ്തൊഴിഞ്ഞ മഴയ്ക്ക് ശേഷം ആകാശത്ത് ബാക്കിയായ നനവ് പോലെ ആര്യയുടെ ഓർമ്മകൾ വിവേകിന്റെ ലോകത്ത് എക്കാലത്തേക്കുമായി തങ്ങി നിൽക്കുകയാണ്. വിവേകിന്റെയും ആര്യയുടെയും ജീവിതത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു? നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന കഥയുടെ 2ാം ഭാഗം കേൾക്കൂ. അനന്തമായ ശൂന്യതയിലേക്ക് പറന്നുയർന്ന ആ കൂറ്റൻ വിമാനത്തിന്റെ ചെറിയ ജനാലയ്ക്കരികിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആര്യയുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും അവശേഷിച്ചിരുന്നില്ല. താഴെ വർണ്ണവിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ട നഗരം പതുക്കെ ഇരുളിലേക്ക് മാഞ്ഞു പോകുന്നത് അവൾ തികഞ്ഞ നിർവികാരതയോടെ നോക്കിക്കണ്ടു. തന്റെ ബാല്യവും കൗമാരവും, അച്ഛന്റെ മങ്ങാത്ത ഓർമ്മകളും, അതിലുപരി താൻ ജീവനുല്യം സ്നേഹിച്ച വിവേക് എന്ന പുരുഷനെയും
എന്നേക്കുമായി ഉപേക്ഷിച്ചാണ് അവൾ യാത്ര തിരിക്കുന്നത്. ഇനിയൊരു മടങ്ങിപ്പോക്കില്ല എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. തന്നെ ഒഴിവാക്കാൻ വേണ്ടി അവൻ മെനഞ്ഞെടുത്ത ആ ക്രൂരമായ നാടകങ്ങൾ അവളുടെ ഹൃദയത്തെ എന്നേക്കുമായി മരവിപ്പിച്ചിരുന്നു. അവൻ പടിയിറങ്ങിപ്പോയ ആ നിമിഷത്തിൽ അവളുടെ ഉള്ളിലെ സകല പ്രതീക്ഷകളും അവസാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ തനിച്ചല്ല. അവളുടെ വലതുകൈ അറിയാതെ സ്വന്തം ഉദരത്തിലേക്ക് നീണ്ടു. അവിടെ ഒരു പുതിയ ജീവൻ തുടിക്കുന്നുണ്ട്. തന്നെ വേണ്ടാത്ത തന്റെ പ്രണയത്തെ വെറുമൊരു അബദ്ധമായി കണ്ട വിവേകിന്റെ ഒരു അംശം. ആ കുഞ്ഞിന് ഇനി താൻ മാത്രമേയുള്ളൂ എന്ന തിരിച്ചറിവ് അവളിൽ ഒരു പുതിയ കരുത്തും ഉത്തരവാദിത്വവും നിറച്ചു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ കാലുകുത്തുമ്പോൾ കോച്ചിയെടുക്കുന്ന തണുപ്പാണ് അവളെ വരവേറ്റത്. ലണ്ടനിലെ ആ അപരിചിതമായ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവളുടെ ദുർബലമായ ശരീരത്തിന് കഴിഞ്ഞിരുന്നില്ല. വിമാനത്താവളത്തിന് പുറത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു ഇരുട്ട് അവളുടെ കണ്ണുകളിലേക്ക് ഇരച്ചു കയറി. നാട്ടിൽ വെച്ച് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ വാക്കുകൾ അവൾ ഭയത്തോടെ ഓർത്തു. ഇതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. നിങ്ങളുടെ ശരീരം വളരെ ദുർബലമാണ്. പൂർണ്ണമായ വിശ്രമം അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ മാനസിക സംഘർഷങ്ങളും തുടർച്ചയായ യാത്രാക്ഷീണവും അവളുടെ ശരീരത്തെ വല്ലാതെ തളർത്തിയിരുന്നു. കയ്യിലിരുന്ന ലഗേജുകൾക്ക് മുകളിലേക്ക് അവൾ അവശതയോടെ വീണുപോയി. എങ്ങനെയോ സ്വയം നിയന്ത്രിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബിൽ കയറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് തിരിക്കുമ്പോൾ അവൾ ഒന്നുറപ്പിച്ചു. തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്റെ ജീവന്റെ പാതിയായ ആ കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം. ക്യാമ്പസിലെത്തിയ പാടെ തന്റെ വാടക മുറിയിലേക്ക് പോകുന്നതിന് പകരം യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ സെന്ററിലേക്കാണ് അവൾ പോയത്. നാട്ടിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച അവിടുത്തെ ഡോക്ടർമാർ അവളുടെ അവശത കണ്ട് ഞെട്ടിപ്പോയി. അപകടകരമാം വിധം കുറഞ്ഞ രക്തസമ്മർദ്ദവും കടുത്ത നിർജ്ജലീകരണവും ഗർഭസ്ഥ ശിശുവിന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന് കണ്ട അവർ ഉടൻ തന്നെ അവളെ സ്പെഷ്യലിസ്റ്റ് കെയറിലേക്ക് അഡ്മിറ്റ് ചെയ്തു. തുടർന്നുള്ള 2 ആഴ്ചക്കാലം ആര്യ ആശുപത്രി കിടക്കയിലായിരുന്നു. IV ഡ്രിപ്പുകളിലൂടെ ശരീരത്തിലേക്ക് ജീവൻ രക്ഷാമരുന്നുകളും പോഷകങ്ങളും എത്തുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഓരോ തവണ ഡോക്ടർമാരും നഴ്സുമാരും പരിശോധിക്കാൻ വരുമ്പോഴും എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവൾ കണ്ണീരോടെ ചോദിച്ചു. ആ സമയത്താണ് എമിലി എന്നൊരു ബ്രിട്ടീഷ് നഴ്സിംഗ് വിദ്യാർത്ഥിനി അവൾക്ക് കൂട്ടായി എത്തിയത്. തികച്ചും അപരിചിതമായ ആ നഗരത്തിൽ എമിലിയുടെ സ്നേഹവും കരുതലും പരിചരണവും ആര്യയ്ക്ക് വലിയൊരു ആശ്വാസമായി മാറി. അവളുടെ ജീവൻ പതുക്കെ പതുക്കെ തിരികെ വന്നുകൊണ്ടിരുന്നു. ആര്യ തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ലണ്ടനിലെ ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലിട്ട് പൊരുതുകയായിരുന്ന ആ ആദ്യ ദിനങ്ങളിൽ ആയിരക്കണക്കിന് കാതങ്ങൾക്കപ്പുറം നാട്ടിൽ വിവേകിന്റെ ലോകം പൂർണ്ണമായും തകർന്നടിയുകയായിരുന്നു. ആര്യ ലണ്ടനിലേക്ക് പറഞ്ഞ അതേ രാത്രി വിമാനത്താവളത്തിൽ നിന്നും അവളെ കണ്ടെത്താനാവാതെ തകർന്നുപോയ മനസ്സോടെ പാതിരാത്രി ആ ശൂന്യമായ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ വിവേക് ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു. അവളുടെ മുറിയിലെ മേശപ്പുറത്തു നിന്ന് ലഭിച്ച ആ കത്ത് അവന്റെ കൈകളിൽ ഇരുന്ന് വിറച്ചു. ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു. ആര്യയുടെ ആ വാക്കുകൾ ഒരു തീഗോളം പോലെയാണ് അവന്റെ ഹൃദയത്തിൽ പതിച്ചത്. താൻ എത്ര വലിയ ക്രൂരതയാണ് അവളോട് ചെയ്തത്. അവളെ തന്നിൽ നിന്ന് അകറ്റാൻ, അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്വേതയെ കൂട്ടുപിടിച്ച് കഫേയിൽ വെച്ച് താൻ നടത്തിയ ആ വിവാഹ നാടകം ഒടുവിൽ തന്റെ സ്വന്തം കുഞ്ഞിനെ പോലും തന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ആ രാത്രിയിലെ മദ്യലഹരിയിൽ താൻ അവളോട് പറഞ്ഞത് തന്റെ യഥാർത്ഥ പ്രണയമായിരുന്നുവെന്നും എന്നാൽ പിറ്റേന്ന് രാവിലെ സമൂഹത്തെ ഭയന്ന് അതൊരു അബദ്ധമാണെന്ന് കള്ളം പറയേണ്ടി വന്നതും അവളെ തന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റിയല്ലോ എന്ന കുറ്റബോധം അവനെ വല്ലാതെ അലട്ടി. അവനൊരു കൊച്ചുകുട്ടിയെ പോലെ അലറിക്കരഞ്ഞു. നേരം പുലർന്നത് പോലും അറിയാതെ ആ കത്തും നെഞ്ചോട് ചേർത്ത് അവൻ ആ തണുത്ത തറയിൽ കിടന്നു. അവൾ പോയതിന്റെ പിറ്റേന്ന് രാവിലെയാണ് ശ്വേത ആ വീട്ടിലേക്ക് വന്നത്. രാത്രി മുഴുവൻ വിവേകിനെ ഫോണിൽ കിട്ടാതായപ്പോൾ എയർപോർട്ടിൽ പോയ അവൻ തിരികെ സ്വന്തം ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയാണ് അവൾ ആര്യയുടെ വീട്ടിലേക്ക് എത്തിയത്. മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തു കയറിയ ശ്വേത കണ്ടത് മുടിയെല്ലാം പാറി പറന്ന് കണ്ണുകൾ ചുവന്നു വീർത്ത് ജീവച്ഛവം പോലെ തറയിൽ കിടക്കുന്ന വിവേകിനെയാണ്. അവന്റെ കയ്യിൽ നിന്നും കണ്ണുനീർ വീണ് കുതിർന്ന ആ കത്ത് വാങ്ങി വായിച്ച് ശ്വേത സ്തംഭിച്ചുപോയി. അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. വിവേക്, നമ്മൾ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അവൾ ഗർഭിണിയായിരുന്നല്ലേ. നമ്മൾ ഈ നാടകം കളിച്ചത് അവളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും വിവേക്. ശ്വേതയുടെ ആ വാക്കുകൾ അവനെ വീണ്ടും കുത്തി നോവിച്ചു. അവൻ വേഗത്തിൽ എഴുന്നേറ്റ് ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയുടെ വിവരങ്ങൾ തപ്പാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം. അവളുടെ കാലു പിടിച്ച് മാപ്പ് പറയണം. പക്ഷെ ആര്യയുടെ പുതിയ ഫോൺ നമ്പർ മെയിൽ ഐഡിയും ഇല്ലാണ്ട് താൻ എങ്ങനെ അവളെ കോണ്ടാക്ട് ചെയ്യുമെന്നായിരുന്നു അവന്റെ വേദന. അവളെ ബന്ധപ്പെടാനുള്ള സകല വഴികളും അടഞ്ഞിരിക്കുന്നു എന്ന് വിവേക് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങൾ അവന് നരകതുല്യമായിരുന്നു. തന്റെ ബിസിനസ് സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് അവൻ പൂർണ്ണമായും മദ്യത്തിൽ അഭയം പ്രാപിച്ചു. ആര്യയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ അവൻ സ്വയം ഒരു തടവുകാരനായി മാറി. എന്നാൽ ഇങ്ങനെ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ലണ്ടനിലെ ആ വലിയ നഗരത്തിൽ എവിടെയെങ്കിലും തന്റെ ആര്യ ഉണ്ടാകും. ഓരോ തെരുവുകളിലും അവളെ താൻ തിരയും. എത്ര കാലമെടുത്താലും അവളെ കണ്ടെത്തിയിട്ടേ തനിക്കിനി ഒരു മടക്കമുള്ളൂ. വിവേക് തന്റെ സുഹൃത്തുക്കൾ വഴി ലണ്ടനിലേക്കുള്ള വിസ നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങി. ഇതേസമയം ലണ്ടനിൽ 2 ആഴ്ചത്തെ നിരന്തരമായ ആശുപത്രിവാസത്തിനു ശേഷം പൂർണ്ണ ആരോഗ്യവതിയായാണ് ആര്യ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടത്. ഡോക്ടർമാരുടെ മികച്ച ചികിത്സയും എമിലിയുടെ പരിചരണവും അവളെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. എമിലിയുടെ സഹായത്തോടെ ക്യാമ്പസിനടുത്തുള്ള ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് അവൾ താമസം മാറി. ജനാലയ്ക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തു നിന്നും ചെറിയ ഹിമകണങ്ങൾ പെയ്യുന്നുണ്ടായിരുന്നു.
അവളുടെ കൈകൾ വീണ്ടും തന്റെ വയറ്റിലേക്ക് നീണ്ടു. ഇപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഊർജം അനുഭവപ്പെടുന്നുണ്ട്. ശാരീരികമായ അവശതകളെല്ലാം അവൾ പൂർണ്ണമായും മറികടന്നിരിക്കുന്നു. തന്നെ സ്നേഹിക്കാത്ത, തന്റെ കുഞ്ഞിനെ വേണ്ടാത്ത വിവേകിനെ ഓർത്ത് ഇനി ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. തന്റെ ഉള്ളിൽ വളരുന്ന ജീവന് വേണ്ടി, അച്ഛൻ തനിക്കായി കണ്ട സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് കരുത്തോടെ ചുവടുവെക്കുകയായിരുന്നു. നാട്ടിൽ തന്നെ തേടി അലിയുന്ന വിവേകിന്റെ വേദനകളെക്കുറിച്ച് അവൾ അപ്പോൾ തീർത്തും അജ്ഞതയായിരുന്നു. ലണ്ടനിലെ ശൈത്യകാലം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. മരച്ചില്ലകളിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ ഇലയും കൊഴിഞ്ഞു വീണ് നഗരമാകെ വെളുത്ത മഞ്ഞു പുതപ്പണിഞ്ഞു കിടക്കുന്നു. യൂണിവേഴ്സിറ്റിയിലെ വലിയ ലൈബ്രറിയുടെ ജനാലയ്ക്കരികിൽ നിന്ന് പുറത്ത് പെയ്യുന്ന മഞ്ഞിലേക്ക് നോക്കുമ്പോൾ ആര്യയുടെ ഉള്ളിൽ വല്ലാത്തൊരു ശാന്തതയായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ അവൾക്ക് നൽകിയ അതിജീവനത്തിന്റെ പാഠങ്ങൾ ചെറുതായിരുന്നില്ല. ഇപ്പോൾ അവൾ ഗർഭകാലത്തിന്റെ 4ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. അയഞ്ഞ വലിയ സ്വെറ്ററുകൾക്കും നീളൻ ഓവർകോട്ടുകൾക്കുമുള്ളിൽ അവൾ തന്റെ വളരുന്ന ഉദരത്തെ ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചു. അതിരാവിലെ എഴുന്നേറ്റ് കൊടും തണുപ്പിനെ വകവെക്കാതെ ക്ലാസുകളിൽ പോവുക, തുടർന്ന് ലൈബ്രറിയിലെ നീണ്ട മണിക്കൂറുകളിലെ പഠനം, ഇതിനിടയിൽ സ്വന്തം കുഞ്ഞിന്റെ ആരോഗ്യകാര്യങ്ങളിലുള്ള ശ്രദ്ധ, എല്ലാം അവൾ ഒറ്റയ്ക്ക് ചെയ്യുകയായിരുന്നു. എങ്കിലും ഈ യാത്രയിൽ താങ്ങായി എമിലി എപ്പോഴും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. തന്റെ ഉള്ളിലെ ജീവൻ ഓരോ ദിവസം പിന്നിടുമ്പോഴും വളരുകയാണെന്ന തിരിച്ചറിവ് അവൾക്ക് നൽകിയ ആത്മവിശ്വാസം വലുതായിരുന്നു. ചില രാത്രികളിൽ തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്ന സമയത്ത് മുറിയിലെ ഹീറ്ററിനരികിലിരുന്ന് അവൾ ഓർമ്മകളിലേക്ക് വഴുതി വീഴും. വിവേകിന്റെ നെഞ്ചിലെ ആ ചൂട് അവൾ അറിയാതെ കൊതിച്ചു പോകും. അവൻ തന്നെ സ്നേഹിച്ചിരുന്നുവെന്ന് പറഞ്ഞ ആ രാത്രി അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ കടന്നു പോകും. പക്ഷേ പെട്ടെന്ന് തന്നെ പിറ്റേന്ന് രാവിലെ അവൻ പറഞ്ഞ ക്രൂരമായ വാക്കുകൾ ഓർത്തെടുത്ത് അവൾ ആ ദുർബലമായ ചിന്തകളെ മനഃപൂർവ്വം കരിയിച്ചു കളയും. ഇല്ല, എന്നെയും എന്റെ കുഞ്ഞിനെയും വേണ്ടാത്ത ഒരാളെ ഞാൻ ഇനി ഒരിക്കലും ഓർക്കാൻ പാടില്ല. അവൾ സ്വന്തം വയറ്റിൽ മൃദുവായി തലോടിക്കൊണ്ട് തന്നോട് തന്നെ മന്ത്രിക്കും. ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ആ വാക്കുകൾ കേട്ട് പ്രതികരിക്കുന്നത് പോലെ അവൾക്ക് തോന്നും. ആര്യയുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ലണ്ടനിലെ പഠനം. അതിൽ അവൾ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്റെ കുഞ്ഞിന് ഏറ്റവും മികച്ചതൊക്കെ നൽകാൻ താൻ സ്വന്തം കാലിൽ നിൽക്കേണ്ടതുണ്ടെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. പുതിയ നഗരത്തിലെ ഏകാന്തതകൾക്കിടയിലും അവൾ തന്റേതായ ഒരു ലോകം പടുത്തുയർത്താൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം നാട്ടിൽ വിവേകിന്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. ആര്യയെ കണ്ടെത്തണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള അവന്റെ കാത്തിരിപ്പിന് ഒടുവിൽ ഫലം കണ്ടു. ലണ്ടനിലേക്കുള്ള വിസയും യാത്രാരേഖകളും ശരിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് വില കൂടിയ കോട്ടുകളും പെർഫ്യൂമുകളും ധരിച്ച് ആത്മവിശ്വാസത്തോടെ നടന്നിരുന്ന ആ ബിസിനസ്സുകാരൻ ഇന്ന് വളരെ ദയനീയമായ ഒരു മാനസികാവസ്ഥയിലേക്ക് വഴുതി വീണിരുന്നു. താടിയും മുടിയും വളർന്ന് കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് വീണ് ജീവനില്ലാത്ത ഒരു രൂപം. ലണ്ടനിലേക്കുള്ള വിമാനത്തിലിരിക്കുമ്പോഴും അവന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ആര്യയെ കണ്ടാൽ എന്ത് പറയണം? അവൾ തന്നോട് ക്ഷമിക്കുമോ? തന്റെ കുഞ്ഞിനെ അവൾ കാട്ടിത്തരുമോ? കുറ്റബോധത്തിന്റെ തീച്ചൂളയിൽ അവന്റെ മനസ്സ് വെന്തുരുകുകയായിരുന്നു. അവളുടെ ആ കത്ത് അവൻ തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നെഞ്ചോട് ചേർത്ത് ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. അതുമാത്രമായിരുന്നു അവൻ അപ്പോൾ ജീവിക്കാനുള്ള ഒരേയൊരു പിടിവള്ളി. ഹീത്രോ എയർപോർട്ടിൽ വന്നിറങ്ങിയ വിവേക് വിശ്രമിക്കാൻ പോലും നിൽക്കാതെ നേരെ പോയത് ആര്യയുടെ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ക്യാമ്പസിന്റെ വലിപ്പവും തിരക്കും കണ്ട് അവൻ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. കൊടും തണുപ്പിൽ വിറയ്ക്കുമ്പോഴും അവന്റെ ഉള്ളിലെ തീ കെട്ടിരുന്നില്ല. നേരെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലെത്തിയ അവൻ ആര്യയുടെ പേരും വിവരങ്ങളും നൽകി അവളെക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ലണ്ടനിലെ കർശനമായ ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ അവനൊരു വൻമതിലായി മുന്നിൽ നിന്നു. ക്ഷമിക്കണം സർ, വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങൾ പുറത്തു നൽകാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. കൗണ്ടറിലിരുന്ന ഉദ്യോഗസ്ഥയുടെ മറുപടി അവനെ തളർത്തി. എങ്കിലും പിന്മാറാൻ അവൻ തയ്യാറായില്ല. ആര്യയുടെ ഒരു ഫോട്ടോയും പിടിച്ച് അവൻ ആ വലിയ ക്യാമ്പസിലെ ഓരോ ഇടനാഴികളിലൂടെയും നടന്നു. കാണുന്ന ഓരോ വിദ്യാർത്ഥിയോടും അവൻ ആ ഫോട്ടോ കാണിച്ചു ചോദിച്ചു, ഇവളെ അറിയുമോ പ്ലീസ്? ഇവൾ എന്റെ ജീവനാണ്. പരിഹാസങ്ങളും സഹതാപങ്ങളും അവൻ ഒരുപോലെ ഏറ്റുവാങ്ങി. കൊടും തണുപ്പിൽ അവന്റെ ചുണ്ടുകൾ വിറയ്ക്കുകയും കാലുകൾ മരവിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ തിരക്കേറിയ ആ കോഫി ഷോപ്പിന് മുന്നിലൂടെ ആര്യയും എമിലിയും നടന്നു വരികയായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നതിനാൽ ആര്യ തന്റെ മുഖത്തിന്റെ പാതിയോളം ഒരു കട്ടിയുള്ള വൂളൻ മഫ്ലർ കൊണ്ട് മറച്ചിരുന്നു. അവർ പരസ്പരം ചിരിച്ചുകൊണ്ട് എന്തോ സംസാരിച്ച് നടക്കുകയാണ്. അവർക്ക് വെറും 10 അടി മുന്നിലായി പുറംതിരിഞ്ഞു നിന്ന് ഒരു വിദ്യാർത്ഥിയോട് ഫോട്ടോ കാണിക്കുകയായിരുന്നു വിവേക്. പെട്ടെന്ന് വീശിയടിച്ച ഒരു തണുത്ത കാറ്റിൽ വിവേകിന്റെ കയ്യിലിരുന്ന ആര്യയുടെ ആ ഫോട്ടോ താഴേക്ക് പറന്നു വീണു. അവൻ അത് കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആര്യയും എമിലിയും അവന്റെ തൊട്ടു പിന്നിലൂടെ നടന്നുപോയി. പെട്ടെന്ന് ആര്യയുടെ കാലുകൾ എന്തിനോ വേണ്ടി നിലച്ചു. കാറ്റിലൊഴുകിയെത്തിയ ഏതോ ഒരു ഗന്ധം. വർഷങ്ങളായി താൻ ശ്വസിച്ച് കൊതിത്തീരാത്ത വിവേകിന്റെ പെർഫ്യൂമിന്റെ ആ പഴയ ഗന്ധം. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വേഗത്തിലായി. അവൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. എന്തു പറ്റി ആര്യ? എമിലി അത്ഭുതത്തോടെ ചോദിച്ചു. ആര്യയുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ പരതുകയായിരുന്നു. താൻ ഭ്രമിക്കുകയാണോ? അത്രമേൽ തീവ്രമായി അവനെ സ്നേഹിച്ചതുകൊണ്ട് വെറുതെ തോന്നുന്നതാണോ? വിവേക് ആ സമയത്ത് താഴെ വീണ ഫോട്ടോ എടുത്ത് നിവർന്നു നിൽക്കുകയായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കുന്നതിന് തൊട്ടു മുൻപ് ആര്യ ദീർഘനിശ്വാസമെടുത്ത് തന്റെ മഫ്ലർ ഒന്നുകൂടി മുറുക്കി. ഒന്നുമില്ല എമിലി, എനിക്ക് പെട്ടെന്ന് നാട്ടിലെ ഒരു ഓർമ്മ വന്നു. വാ, നമുക്ക് പോകാം. അവൾ ധൃതിയിൽ എമിലിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വിവേക് തിരിഞ്ഞു നോക്കി. ആൾക്കൂട്ടത്തിൽ നടന്നു മറിയുന്ന ആര്യയെ അവൻ കണ്ടില്ല. തന്റെ പ്രാണൻ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും അവനത് തിരിച്ചറിയാനായില്ല.
വീണ്ടും ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അവൻ നടക്കാൻ തുടങ്ങി. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദ്യമായി ആര്യ തന്റെ ഉള്ളിൽ കുഞ്ഞിന്റെ നേരിയൊരു ചലനം അറിഞ്ഞു. ഒരു പൂമ്പാറ്റ ചിറകടിച്ചു വരുന്നത് പോലെ മൃദുവായ സ്പർശനം. അവൾ കണ്ണീരോടെ തന്റെ വയറ്റിലേക്ക് നോക്കി. അവൾക്കറിയില്ലായിരുന്നു തന്റെ സ്നേഹവും സങ്കടവും പേറി ഈ നഗരത്തിലെ കൊടുംതണുപ്പിൽ ഏതൊക്കെയോ തെരുവുകളിൽ അവൾക്കായി വിവേക് അലയുന്നുണ്ടെന്ന്. ആ കൊടുംതണുപ്പിലും ഒരു വാടകമുറി പോലും ഇല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിന് വെളിയിലെ ഇരുമ്പ് ബെഞ്ചിലിരുന്ന് അവളുടെ പഴയ ഫോട്ടോയിലേക്ക് നോക്കി അവൻ വിതുമ്പുകയായിരുന്നു. ലണ്ടൻ നഗരം മുമ്പെങ്ങുമില്ലാത്ത വിധം കൊടും ശൈത്യത്തിന്റെ പിടിയിൽ അമർന്നിരുന്നു. തെരുവുകളിലും കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും വെളുത്ത മഞ്ഞ് കട്ടിയായി ഉറഞ്ഞുകിടന്നു. ആര്യയുടെ ഗർഭകാലം ഇപ്പോൾ 5-ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. അവളുടെ മെലിഞ്ഞ ശരീരത്തിൽ ഗർഭത്തിന്റെ മാറ്റങ്ങൾ ഇപ്പോൾ വ്യക്തമായി കണ്ടു തുടങ്ങിയിരുന്നു. വലിയ കോട്ടുകൾക്കും സ്കാർഫുകൾക്കും ഇടയിലും അവൾ തന്റെ ഉദരത്തെ ഇരു കൈകളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ഓരോ ദിവസവും അവൾക്ക് പുതിയൊരു യുദ്ധമായിരുന്നു. കടുത്ത തണുപ്പിലെ രാവിലെയുള്ള യാത്രകളും ലൈബ്രറിയിലെ നീണ്ട പഠനങ്ങളും അതിനുശേഷമുള്ള കോഫി ഷോപ്പിലെ ജോലിയും അവളുടെ ശരീരത്തെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. എങ്കിലും തന്റെ ഉള്ളിൽ ജീവൻ തുടിക്കുന്ന കുഞ്ഞിന്റെ ഓരോ ചെറിയ അനക്കവും അവളിൽ വല്ലാത്തൊരു ഊർജം നിറച്ചു. ഡോക്ടർമാരുടെ പരിശോധനയിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നറിഞ്ഞപ്പോൾ അവൾ അനുഭവിച്ച സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. തന്റെ അച്ഛന്റെ സ്വപ്നങ്ങളും തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹവും എല്ലാം ഇനി ഈ കുഞ്ഞിലൂടെ തിരിച്ചു പിടിക്കണം എന്ന വാശിയിലായിരുന്നു അവൾ. എമിലി എന്ന ആ നല്ല കൂട്ടുകാരിയുടെ സാന്നിധ്യം മാത്രമായിരുന്നു ആ അപരിചിതമായ നഗരത്തിൽ അവൾക്കൊരു ആശ്വാസം. അതേസമയം ആ നഗരത്തിലെ ഏതോ തെരുവ് കോണിൽ കൊടും തണുപ്പിൽ ഒരു മനുഷ്യൻ തന്റെ ജീവന്റെ പാതയെ തിരഞ്ഞലയുകയായിരുന്നു. വിവേക്. നാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിരുന്ന, എപ്പോഴും പ്രൗഢിയോടെ നടന്നിരുന്ന ആ മനുഷ്യനെ ഇപ്പോൾ കണ്ടാൽ ആരും തിരിച്ചറിയില്ലായിരുന്നു. താടിയും മുടിയും വളർന്ന് കവിളുകൾ ഒട്ടി കണ്ണുകൾ കുഴിഞ്ഞ് അഴുക്ക് പുരുണ്ട വസ്ത്രങ്ങളോടെ അവനൊരു തെരുവ് യാചകനെ പോലെ തോന്നിപ്പിച്ചു. കഴിഞ്ഞ പല ആഴ്ചകളായി അവൻ ആ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റുകൾക്ക് മുന്നിൽ കാവൽ കിടക്കുകയാണ്. വിശപ്പും ദാഹവും ഉറക്കവും അവൻ അറിഞ്ഞിരുന്നില്ല. ലണ്ടനിലെ തണുപ്പ് അവന്റെ അസ്ഥികളെ മരവിപ്പിച്ചിട്ടും അവൻ ആ ഗേറ്റിന് മുന്നിൽ നിന്ന് മാറിയില്ല. ആര്യയെ കണ്ടെത്താതെ ഇനി ഒരു മടക്കമില്ല എന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ഓരോ വിദ്യാർത്ഥി കടന്നു പോകുമ്പോഴും വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആര്യയുടെ പഴയൊരു ഫോട്ടോ അവർക്ക് നേരെ നീട്ടി ചോദിക്കും. ഇവളെ കണ്ടിരുന്നോ? എന്റെ ആര്യയാണ്, അവൾ എന്റെ ജീവനാണ്. ചിലർ സഹതാപത്തോടെ നോക്കി കടന്നുപോയി. മറ്റു ചിലർ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റി. എങ്കിലും അവൻ പിന്മാറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഞ്ഞുവീഴ്ചയെ രാത്രി മുഴുവൻ വെളിയിൽ കിടന്നത് കാരണം വിവേകിന് കടുത്ത പനി പിടിച്ചിരുന്നു. അവന്റെ ശരീരം തീ പോലെ ചുട്ടുപൊള്ളുകയും എന്നാൽ തണുപ്പുകൊണ്ട് അവൻ വിറയ്ക്കുകയും ചെയ്തു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നുണ്ടായിരുന്നു. എങ്കിലും ആര്യയുടെ മുഖം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. തന്റെ കുഞ്ഞ്, അവളിപ്പോൾ എങ്ങനെയുണ്ടാകും? അവളുടെ ഈ അവസ്ഥയിൽ അവളെ പൊന്നുപോലെ നോക്കേണ്ട താൻ അവളെ ഈ തണുപ്പിലേക്ക് തള്ളിവിട്ടുവല്ലോ എന്ന കുറ്റബോധം അവന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. അതൊരു വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ആര്യയും എമിലിയും ക്യാമ്പസിന്റെ പ്രധാന ഗേറ്റിലൂടെ പുറത്തേക്ക് നടക്കുകയായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടുണ്ട്. ചുറ്റും ഇരുട്ട് പരന്നു തുടങ്ങി. തെരുവ് വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ ക്യാമ്പസിന്റെ പരിസരം ഒരു മായാലോകം പോലെ തോന്നിപ്പിച്ചു. കോഫി ഷോപ്പിലേക്കുള്ള ഡ്യൂട്ടിക്ക് പോകാൻ സമയമായതിനാൽ ആര്യ അല്പം ധൃതിയിലാണ് നടന്നിരുന്നത്. ഗേറ്റ് കടന്ന് പുറത്തെ നടപ്പാതയിലേക്ക് കാലെടുത്തു വെച്ചതും പെട്ടെന്ന് എന്തിലോ തട്ടി അവൾ മുൻപോട്ട് ആഞ്ഞുപോയി. എമിലി പെട്ടെന്ന് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രം അവൾ താഴെ വീഴാതെ രക്ഷപ്പെട്ടു. ഭയന്നുപോയ ആര്യ തന്റെ വയറ്റിൽ ഇരു കൈകളും അമർത്തി പിടിച്ച് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഓ മൈ ഗോഡ്, ആര്യ, ആർ യു ഓക്കെ? എമിലി പരിഭ്രാന്തിയോട് ചോദിച്ചു. ആര്യ തലയാട്ടി. താൻ തട്ടിത്തടഞ്ഞത് എന്താണെന്ന് നോക്കാൻ അവൾ താഴേക്ക് നോക്കി. മഞ്ഞു വീണു മൂടിയ നടപ്പാതയുടെ ഓരത്ത് ഒരു മനുഷ്യൻ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന ആ മനുഷ്യന്റെ ദേഹത്താണ് അവൾ അറിയാതെ തട്ടിയത്. സഹതാപം തോന്നിയ ആര്യ അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നോക്കാൻ അല്പം കുനിഞ്ഞു. അയാളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. മുഖം മുഴുവൻ നീണ്ട താടിയും മുടിയും കൊണ്ട് മറഞ്ഞിരുന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ പതിയെ തലയുയർത്തി. പനി പിടിച്ചു ചുവന്നു കലങ്ങിയ ആ കണ്ണുകൾ ആര്യയുടെ മുഖത്തേക്ക് നോക്കി. ആര്യയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. സമയം അവിടെ വെച്ച് ഉറച്ചതുപോലെ അവൾക്ക് തോന്നി. ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ. അവളുടെ ഹൃദയം വാരിയല്ലുകളെ ഭേദിച്ച് പുറത്തു ചാടുമെന്ന് അവൾ ഭയന്നു. ആ കണ്ണുകൾ, വർഷങ്ങളോളം താൻ സ്നേഹിച്ച തനിക്കായി മാത്രം ചിരിച്ചിരുന്ന ആ കണ്ണുകൾ, മുടിയും താടിയും വളർന്ന് കോലം കെട്ട ആ മുഖത്തിന് പിന്നിലെ ആളെ തിരിച്ചറിയാൻ അവൾക്ക് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. വിവേക്. അവളുടെ വരണ്ട ചുണ്ടുകൾ അറിയാതെ ആ പേരുച്ചരിച്ചു. അവന്റെ പേര് കേട്ടതും അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ജീവൻ തുടിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവൻ സ്തംഭിച്ചുപോയി. ആര്യ. അവന്റെ തൊണ്ടയിൽ നിന്നും വളരെ നേർത്ത ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അവൻ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് മുഖത്തെ മഞ്ഞ് തുടച്ചു മാറ്റി അവളെ തുറച്ചു നോക്കി. തന്റെ ആര്യ. അവൻ പതിയെ താഴേക്ക് നോക്കി. വലിയ കോട്ടിനുള്ളിലും വ്യക്തമായി കാണാമായിരുന്ന അവളുടെ വലിയ വയറിലേക്ക് അവൻ നോക്കി. അവന്റെ സ്വന്തം കുഞ്ഞ്. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൻ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വിവേകിനെ ഈ കോലത്തിൽ കണ്ടതും ആര്യയുടെ ഉള്ളിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ഒരു വശത്ത് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന മനുഷ്യൻ തന്നെ തേടി ഈ കൊടുന്തണുപ്പിൽ ഭ്രാന്തനെ പോലെ അലിയുന്ന അവസ്ഥ കണ്ട് അവളുടെ ഹൃദയം പിടഞ്ഞു. എന്നാൽ മറുഭാഗത്ത് അവൻ തന്നെയും തന്റെ കുഞ്ഞിനെയും വേണ്ടെന്ന് വെച്ച ആ രാത്രിയിലെ ക്രൂരമായ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി.
തന്റെ പ്രണയത്തെ അവൻ വെറുമൊരു അബദ്ധമായി തള്ളി പറഞ്ഞില്ലേ? ശ്വേതയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൻ തന്നെ ഒഴിവാക്കിയതല്ലേ? ഇല്ല, ഈ മനുഷ്യനെ ഇനി വിശ്വസിക്കാൻ പാടില്ല. തന്റെ കുഞ്ഞിനെ ഇവൻ വീണ്ടും വേദനിപ്പിക്കും. അവളുടെ ഉള്ളിലെ അമ്മ അവളുടെ പ്രണയത്തെ തോൽപ്പിച്ചു. അവൾ വേഗത്തിൽ പിന്നിലേക്ക് മാറി. അവളുടെ കണ്ണുകളിൽ ഭയവും വെറുപ്പും ഒരുപോലെ നീളിച്ചു. എമിലി, വാ, നമുക്ക് പോകാം, ശബ്ദമിടറിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ വേഗത്തിൽ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആര്യ, നിൽക്ക്, എന്നോട് ക്ഷമിക്ക്, വിവേക് തളർന്ന സ്വരത്തിൽ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് കുതിച്ചു. അവൻ അവളുടെ കോട്ടിന്റെ അറ്റത്ത് പിടിച്ചു. എന്നാൽ അപ്പോഴേക്കും പനിയുടെ അവശതയും ദിവസങ്ങളായുള്ള പട്ടിണിയും അവനെ പൂർണ്ണമായും തളർത്തിയിരുന്നു. അവന്റെ പിടിവിട്ടു. അവൻ മഞ്ഞിലേക്ക് ബോധരഹിതനായി വീണു. തിരിഞ്ഞു നടന്ന ആര്യ ആ വലിയ വീഴ്ചയുടെ ശബ്ദം കേട്ട് നെട്ടിത്തിരിഞ്ഞു നോക്കി. തന്റെ കാലുകൾക്കരികിൽ ജീവനില്ലാത്ത പോലെ കിടക്കുന്ന വിവേകിനെ കണ്ട് അവൾ സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ കണ്ണുകളിൽ നിന്നും അതുവരെ അടക്കി പിടിച്ച കണ്ണുനീർ ആ മഞ്ഞിലേക്ക് ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. മഞ്ഞ് വീണ് കിടക്കുന്ന ആ തണുത്ത നടപ്പാതെ ജീവനില്ലാത്തതുപോലെ വീണ് കിടക്കുന്ന വിവേകിനെ കണ്ട് ആര്യയുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. അവളുടെ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ തോന്നി. തന്നെയും തന്റെ കുഞ്ഞിനെയും വേണ്ടാത്തവനെന്ന് കരുതി വെറുക്കാൻ ശ്രമിച്ച മനുഷ്യൻ ഇപ്പോൾ തന്റെ കാൽക്കീഴിൽ മരണം കാത്തു കിടക്കുന്നു. എമിലി പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് വിവേകിന്റെ പൾസ് പരിശോധിച്ചു. ഓ മൈ ഗോഡ്, ആര്യ, ഇയാളുടെ ശരീരം ഐസ് പോലെ തണുത്തിരിക്കുന്നു. പൾസ് വളരെ കുറവാണ്. ഉടൻ തന്നെ ആംബുലൻസ് വിളിക്കണം, അല്ലെങ്കിൽ ഇയാൾ മരിച്ചു പോകും. എമിലിയുടെ പരിഭ്രാന്തിയോടെയുള്ള ആ വാക്കുകൾ ആര്യയെ ഞെട്ടിയുണർത്തി. കഴിഞ്ഞ മാസങ്ങളിലായി താൻ പടുത്തുയർത്തിയ വെറുപ്പിന്റെ വന്മതിൽ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. തണുത്തുറഞ്ഞ വിവേകിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ തനിക്ക് നൽകിയ വേദനകളെക്കാൾ ഉപരി ഒരു കാലത്ത് അവൻ നൽകിയ അതിരില്ലാത്ത സ്നേഹമാണ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. തന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ പൊന്നുപോലെ നോക്കിയ മനുഷ്യൻ. ഇല്ല, അവന് മരിക്കാൻ വിട്ടുകൊടുക്കാൻ അവൾക്ക് കഴിയില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൾ എമിലിയെ സഹായിച്ചു. നിമിഷങ്ങൾക്കകം സൈറൻ മുഴക്കിക്കൊണ്ട് പാഞ്ഞെത്തിയ ആംബുലൻസിലേക്ക് വിവേകിനെ മാറ്റുമ്പോൾ ആര്യയുടെ കൈകൾ അറിയാതെ സ്വന്തം വയറ്റിലേക്ക് നീണ്ടു. തന്റെ ഉള്ളിലെ ജീവന്റെ പാതിയാണ് ഇപ്പോൾ മരണത്തോട് മല്ലിട്ട് ആ കിടക്കയിൽ കിടക്കുന്നത്. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന്റെ അത്യാഹിത വിഭാഗത്തിന് പുറത്ത് ആ വലിയ ഇടനാഴിയിലെ കസേരയിൽ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആര്യ. സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. മരുന്നുകളുടെ രൂക്ഷഗന്ധമുള്ള ആ അന്തരീക്ഷത്തിൽ ഓരോ നിമിഷവും അവൾക്ക് യുഗങ്ങൾ പോലെയാണ് തോന്നിയത്. ഡോക്ടർമാർ വിവേകിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കടുത്ത ന്യൂമോണിയും പോഷകാഹാരക്കുറവും അവന്റെ ആരോഗ്യനില വളരെ വഷളാക്കിയിരിക്കുന്നു. പെട്ടെന്നൊരു നഴ്സ് പുറത്തേക്ക് വന്ന് വിവേകിന്റെ വസ്ത്രങ്ങളും ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറും ആര്യയുടെ നേരെ നീട്ടി. ഇത് പേഷ്യന്റിന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയതാണ്. ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ, ഇതിൽ വല്ല വിവരങ്ങളുമുണ്ടോ എന്ന് നോക്കൂ, നഴ്സ് പറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ ആര്യ ആ കവർ തുറന്നു. അതിൽ അവന്റെ പാസ്പോർട്ടും വാലറ്റും ഉണ്ടായിരുന്നു. വാലറ്റ് തുറന്നപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവൾ നാട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് വരുന്നതിന് മുൻപ് അവൾക്കായി നൽകിയ രത്നപതക്കവും ഒപ്പം മടക്കി ചുരുട്ടിയ ഒരു കടലാസ് കഷ്ണവും. ആ കടലാസ് അവൾ പതുക്കെ നിവർത്തി. അത് അവൾ അവനെഴുതിയ ആ അവസാനത്തെ കത്തായിരുന്നു. കണ്ണുനീർ വീണ് അക്ഷരങ്ങളെല്ലാം പടർന്നു പോയിരിക്കുന്നു. അത് 100,000 വട്ടം വായിച്ച് മടക്കി വെച്ചത് കൊണ്ടാകാം ആ കടലാസ് കീറിപ്പറിഞ്ഞ അവസ്ഥയിലായിരുന്നു. ആ കത്തിന്റെ മുകളിൽ അവന്റെ കണ്ണുനീരിന്റെ ഉണങ്ങിയ പാടുകൾ അവൾക്ക് കാണാമായിരുന്നു. കത്തിന് താഴെ വിവേക് സ്വന്തം ചോര കൊണ്ട് കുത്തിക്കുറിച്ചതുപോലെ എഴുതിയിരിക്കുന്നു. എന്നെ വെറുക്കരുത് എന്റെ ആര്യ. നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഞാൻ സ്വയം ശപിക്കപ്പെട്ടവനായി മാറിയതാണ്. ശ്വേത എന്റെ സുഹൃത്ത് മാത്രമാണ്. ഞാൻ നിന്നെ മാത്രമാണ് സ്നേഹിച്ചത്. ആ വാക്കുകൾ വായിച്ചതും ആര്യയുടെ ഹൃദയം പൊട്ടിപ്പോയി. അവൾ ആ കത്ത് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ മാത്രമാണ് അവൾ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. അവൻ ശ്വേതയെ വിവാഹം കഴിച്ചിട്ടില്ല. തന്നെ ഒഴിവാക്കാൻ, തനിക്ക് ലണ്ടനിൽ പോയി പഠിക്കാൻ, ഒരു ശോഭനമായ ഭാവി ഉണ്ടാകാൻ വേണ്ടി അവൻ സ്വയം ഒരു വില്ലനായി മാറുകയായിരുന്നില്ലേ? പ്രായവ്യത്യാസത്തെയും ഭയന്ന് തന്റെ അച്ഛന് കൊടുത്ത വാക്ക് തെറ്റിക്കാതിരിക്കാൻ അവൻ സ്വയം തീർത്ത ഒരു കൊടും നാടകം. അവൾക്ക് വിവേകിനോട് തോന്നിയ വെറുപ്പ് മുഴുവൻ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. തനിക്കു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഈ കൊടും തണുപ്പിൽ ഒരു തെരുവുയാചകനെ പോലെ അലഞ്ഞ ആ മനുഷ്യനെ ഓർത്ത് അവളുടെ മാതൃത്വം പോലും വിതുമ്പി. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർമാർ പുറത്തു വന്ന് വിവേകിന് ബോധം വന്നുവെന്നും അപകടാവസ്ഥ തരണം ചെയ്തുവെന്നും അറിയിച്ചു. എമിലിയുടെ നിർബന്ധപ്രകാരം ആര്യ പതിയെ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. ഐസിയുവിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മുഖത്ത് ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന വിവേകിനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം പിടഞ്ഞു. അവളുടെ കാൽപിരിമാറ്റം കേട്ട് അവൻ പതിയെ കണ്ണുകൾ തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ആര്യയെ കണ്ടപ്പോൾ അവൻ സ്വപ്നം കാണുകയാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വലിയ കോട്ടിനുള്ളിലെ ആ നിറവേറും കണ്ടപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് അവന് മനസ്സിലായി. അവൻ തന്റെ മുഖത്തെ മാസ്ക് വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. വേണ്ട, സംസാരിക്കാൻ ശ്രമിക്കരുത്. ആര്യ ഓടിച്ചെന്ന് അവന്റെ കൈകളിൽ പിടിച്ചു. ആ സ്പർശനത്തിൽ വർഷങ്ങളായി അവർക്കിടയിൽ ഉണ്ടായിരുന്ന അകലം മഞ്ഞുപോലെ ഉരുകി പോവുകയായിരുന്നു. ആര്യ, വിവേകിന്റെ ശബ്ദം ഇടറി. എന്നോട് ക്ഷമിക്കണം നീ. ഞാൻ ശ്വേതയെ വിവാഹം കഴിച്ചിട്ടില്ല. അതൊരു നാടകമായിരുന്നു. നിനക്ക് ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടാകാൻ, നിന്നെ സംരക്ഷിക്കാൻ ഞാനൊരു തടസ്സമാകരുതെന്ന് കരുതി. ഞാൻ ചെയ്തത് തെറ്റാണ്. ആ കഫേയിൽ വെച്ച് ശ്വേതയോട് വിവാഹാഭ്യർത്ഥന നടത്തിയത് നിന്നെ വേദനിപ്പിച്ചത് എന്നിൽ നിന്നും നിന്നെ അകറ്റാനാണ്. പക്ഷെ നീ ഒരു കുഞ്ഞിനെ. അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവൻ തേങ്ങി കരയുകയായിരുന്നു. ആര്യയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ വയറ്റിലേക്ക് നോക്കി. എന്റെ കുഞ്ഞ്,
ഞാൻ എത്ര വലിയ പാപിയാണ് ആര്യ. നിന്നെയും എന്റെ ജീവന്റെ പാതിയെയും ഞാൻ ഇല്ലാതാക്കാൻ നോക്കി. എന്നോട് ക്ഷമിക്കാൻ ഒരിക്കലും നിനക്ക് കഴിയില്ലെന്നറിയാം. എന്നെ നീ വെറുത്തോളൂ. പക്ഷേ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നത്. വിവേകിന്റെ വാക്കുകൾ ആര്യയുടെ ഹൃദയത്തെ 100,000 കഷ്ണങ്ങളായി മുറിച്ചു. അവൾ പതിയെ കട്ടിലിനരികിലേക്ക് ഇരുന്നു. വിവേകിന്റെ മെലിഞ്ഞുണങ്ങിയ കൈകളെടുത്ത് അവൾ തന്റെ നിറവേറ്റിലേക്ക് വെച്ചു. ആ സ്പർശനത്തിലൂടെ വിവേകിന്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത തരംഗം കടന്നു പോകുന്നത് പോലെ അവന് തോന്നി. തന്റെ കുഞ്ഞിന്റെ നേരിയ അനക്കം അവന്റെ വിറയ്ക്കുന്ന വിരലുകളിൽ അവൻ അറിഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെ പോലെ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു വിവേക്, ആര്യ കണ്ണീരോടെ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഈ സ്നേഹത്തെ കണ്ണിൽ നിന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ കുഞ്ഞിനെ അതിന്റെ അച്ഛന് വേണം. എനിക്ക് എന്റെ വിവേകിനെയും. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു. ആ മുറിയിലെ യന്ത്രങ്ങളുടെ ശബ്ദങ്ങളെ ഭേദിച്ച് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ 2 ഹൃദയങ്ങൾ ഒന്നായി മിടിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങുകയാണ്. എല്ലാ തെറ്റിദ്ധാരണകളും വേദനകളും ആ കണ്ണുനീരിൽ ഒലിച്ചുപോയി. മഞ്ഞു വീഴുന്ന ആ ലണ്ടൻ നഗരത്തിൽ അവരുടെ ജീവിതത്തിൽ പുതിയൊരു വസന്തം ജനിക്കുകയായിരുന്നു. ലണ്ടൻ നഗരത്തെ ആഴ്ചകളോളം പുതപ്പിച്ചു കിടന്നിരുന്ന കനത്ത മഞ്ഞുരുകി തുടങ്ങിയിരുന്നു. മരച്ചില്ലകളിൽ തങ്ങി നിന്നിരുന്ന അവസാനത്തെ ഹിമകണങ്ങളും ഉച്ചു വീഴുന്ന ആ പ്രഭാതത്തിൽ ആശുപത്രിയിലെ ആ വെളുത്ത മുറിയിലേക്ക് നേരിയ സൂര്യപ്രകാശം അരിച്ചിറങ്ങി. ഐസിയുവിൽ നിന്നും ഒരു സാധാരണ മുറിയിലേക്ക് മാറ്റപ്പെട്ട വിവേകിന്റെ കിടക്കയ്ക്കരികിൽ അവന്റെ കൈകളിൽ മുഖം ചേർത്ത് ഉറങ്ങുകയായിരുന്നു ആര്യ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവൾ അവനെ വിട്ട് ഒരിടത്തേക്കും പോയിരുന്നില്ല. അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് വിവേക് കണ്ണുകൾ തുറന്നു. അതൊരു സ്വപ്നമല്ലെന്ന് അവന് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്തേണ്ടതുണ്ടായിരുന്നു. മരണത്തിന്റെ വക്കിൽ നിന്നും തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് ഈ പെൺകുട്ടിയാണ്. താൻ എത്രമാത്രം ക്രൂരമായി അവഗണിച്ചുവോ അതിനേക്കാൾ 1000 മടങ്ങ് സ്നേഹത്തോടെ അവൾ തന്നെ തിരികെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ആ സ്പർശനത്തിൽ ഉണർന്ന ആര്യ അവന്റെ ചിരിക്കുന്ന മുഖം കണ്ട് ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. വിവേകിന്റെ ആരോഗ്യം അതിവേഗം മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു. മികച്ച ചികിത്സയേക്കാൾ അവന് ഫലം ചെയ്തത് ആര്യയുടെ സാമീപ്യമായിരുന്നു. ഓരോ ദിവസവും അവൾ അവന് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും മരുന്നുകൾ കൃത്യമായി നൽകുമ്പോഴും അവളുടെ കണ്ണുകളിലെ ആ പഴയ പ്രണയം അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എമിലി എന്ന ആ നല്ല കൂട്ടുകാരി ഈ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു. പരസ്പരം ഇത്രമാത്രം സ്നേഹിക്കുന്ന 2 പേർ എങ്ങനെയാണ് ഇത്രയും കാലം അകന്നു കഴിഞ്ഞതെന്നോർത്ത് അവൾ അതിശയിച്ചു. എമിലിയോട് വിവേക് തന്റെ കഴിഞ്ഞ കാലത്തെ വിഡ്ഢിത്തങ്ങളെക്കുറിച്ചും ആര്യയെ വേദനിപ്പിച്ചതിനെക്കുറിച്ചും പറഞ്ഞു പലപ്പോഴും പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ വളരെ ഭാഗ്യവാനാണ് വിവേക്. ഈ വലിയ നഗരത്തിൽ ഇത്രയും തണുപ്പിൽ നിങ്ങൾ മരിച്ചു പോകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ കാത്തു. എമിലി അവനെ ആശ്വസിപ്പിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വിവേക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. അവൻ ആദ്യം ചെയ്തത് ആര്യ താമസിച്ചിരുന്ന ആ ചെറിയ വാടകമുറിയിൽ നിന്ന് മാറി ലണ്ടൻ നഗരപ്രാന്തത്തിൽ മനോഹരമായ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കുക എന്നതായിരുന്നു. താൻ കാരണം അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇനി ഒരു അവസാനം ഉണ്ടാകണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. വിശാലമായ ആ ഫ്ളാറ്റിലേക്ക് അവർ താമസം മാറി. വീടിന്റെ ജനാലകൾക്കപ്പുറം മഞ്ഞുരുകി പച്ചപ്പ് നിറഞ്ഞു തുടങ്ങുന്ന ലണ്ടനിലെ വസന്തകാലം അവരെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ്. നാട്ടിലെ തന്റെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യം സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് അവൻ പൂർണ്ണമായും ആരേക്കും വരാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടിയുള്ള ഒരു ജീവിതം ആരംഭിച്ചു. ഇപ്പോൾ വിവേക് ഒരു പുതിയ മനുഷ്യനാണ്. അതിരാവിലെ എഴുന്നേറ്റ് ആര്യയ്ക്കുള്ള പ്രഭാത ഭക്ഷണം അവൻ തന്നെ സ്വന്തമായി തയ്യാറാക്കും. ഗർഭകാലത്തിന്റെ 6ാം മാസത്തിലേക്ക് കടന്ന അവളുടെ ഓരോ ചലനങ്ങളിലും അവൻ അതീവ ശ്രദ്ധ പുലർത്തി. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പാകം ചെയ്തു നൽകാനും അവളോടൊപ്പം യൂണിവേഴ്സിറ്റിയിൽ പോയി അവൾ ക്ലാസ് കഴിയുന്നവരെ കാത്തു നിൽക്കാനും അവൻ യാതൊരു മടിയും കാണിച്ചില്ല. വൈകുന്നേരങ്ങളിൽ പാർക്കുകളിലൂടെ അവർ കൈകോർത്ത് പിടിച്ച് നടന്നു. അപ്പോഴെല്ലാം വിവേകിന്റെ ഒരു കൈ എപ്പോഴും ആര്യയുടെ വയറ്റിലുണ്ടാകും. തന്റെ കുഞ്ഞിന്റെ ഓരോ ചെറിയ അനക്കവും അവൻ വലിയൊരു അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ഞാൻ എത്ര വലിയ ഭാഗ്യഹീനനാണ് ആര്യ. ഈ കുഞ്ഞിന്റെ ഉദരത്തിൽ ജീവൻ വെച്ച ആ ആദ്യ നിമിഷങ്ങളിൽ നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കരുതലും ആവശ്യമുണ്ടായിരുന്ന ആ സമയങ്ങളിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു സായാഹ്നത്തിൽ ഫയർപ്ലേസിനരികിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്നതിനിടെ വിവേക് സങ്കടത്തോടെ പറഞ്ഞു. ആര്യ അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അവന്റെ തോളിലേക്ക് തലവെച്ചു. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കേണ്ട വിവേക്. നമ്മൾ 2 പേരും ഒരുപാട് അനുഭവിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇനി നമ്മൾക്കിടയിൽ യാതൊരു രഹസ്യങ്ങളുമില്ല, അകൽച്ചകളുമില്ല. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ 2 പേരും കൂടെ വേണം. അവളുടെ ആ വാക്കുകൾ അവന് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. അന്ന് രാത്രി വിവേക് നാട്ടിലേക്ക് ശ്വേതയെ വിളിച്ചു. ആര്യയെ കണ്ടെത്തിയെന്നും തങ്ങളിപ്പോൾ ഒരുമിച്ചാണെന്നുമുള്ള വാർത്ത കേട്ട് ശ്വേത സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. വിവേക്, നിങ്ങൾ കാരണം എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെയ്ത ആ നാടകം എന്നെ വല്ലാതെ കുറ്റബോധത്തിലാക്കിയിരുന്നു. ഇനി ഒരിക്കലും അവളെ വിട്ടുപോകരുത്. അവൾക്ക് നിങ്ങളുടെ ജീവനാണ്. ശ്വേതയുടെ വാക്കുകൾ അവനൊരു പുതിയ ഊർജം നൽകി. മാസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി. ആര്യയുടെ ഗർഭകാലം 8ാം മാസത്തിലേക്ക് കടന്നു. അവളുടെ പഠനത്തിന്റെ ആദ്യ വർഷം ഏറെക്കുറെ പൂർത്തിയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൾക്ക് മെറ്റേണിറ്റി ലീവ് ലഭിച്ചു. പുറത്ത് വസന്തം പൂർണ്ണമായി വിടർന്നു നിന്നിരുന്നു. പൂവിട്ട് നിൽക്കുന്ന മരങ്ങളും തെളിഞ്ഞ ആകാശവും അവരുടെ ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകളുടെ പ്രതീകമായി തോന്നി. വിവേക് ഇപ്പോൾ കുഞ്ഞിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. കുഞ്ഞിനുള്ള ചെറിയ ഉടുപ്പുകളും തൊട്ടിലും കളിപ്പാട്ടങ്ങളും കൊണ്ട് ആ വീട് നിറഞ്ഞു തുടങ്ങി. കാര്യങ്ങൾ ഓരോന്നായി ഒരുക്കുന്നതിൽ അവനൊരു കൊച്ചുകുട്ടിയുടെ ആവേശത്തോടെ മുഴുകി. ഓരോ തവണ അവൾക്ക് വയറ്റിൽ കുഞ്ഞിന്റെ തൊഴിയേൽക്കുമ്പോഴും അവൻ ഓടിയെത്തി ആ വയറ്റിൽ ചുംബിച്ചു.
അതൊരു മനോഹരമായ പൗർണമി രാത്രിയായിരുന്നു. ജനാലയിലൂടെ നിലാവ് ആ മുറിയിലേക്ക് പരന്നൊഴുകുകയായിരുന്നു. വലിയൊരു സോഫയിൽ ആര്യ ചാരിക്കിടക്കുമ്പോൾ വിവേക് താഴെ കാർപ്പറ്റിലിരുന്ന് ഒരു കഥാപുസ്തകം വായിച്ചു കേൾക്കുകയാണ്. ജനിക്കാനിരിക്കുന്ന തങ്ങളുടെ കുഞ്ഞിന് അച്ഛന്റെ ശബ്ദം പരിചിതമാകാൻ വേണ്ടിയാണ് അവൻ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് ആര്യയുടെ മുഖത്ത് ഒരു നേരിയ വേദന മിന്നി മറഞ്ഞു. അവൾ വയറ്റിൽ കൈവച്ച് ഒന്ന് പുളഞ്ഞു. എന്ത് പറ്റി ആര്യ? വേദനിക്കുന്നുണ്ടോ? പുസ്തകം താഴെ വെച്ച് വിവേക് പരിഭ്രാന്തിയോട് ചോദിച്ചു. അവൾ പതുക്കെ പുഞ്ചിരിച്ചു. ഇല്ല. അവനോ അവളോ പുറത്തു വരാൻ വല്ലാതെ ധൃതി കൂട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണെന്ന്. ആര്യയുടെ ആ വാക്കുകളിൽ ഒരു പുതിയ ജീവനെ ഭൂമിയിലേക്ക് വരവേൽക്കാനുള്ള ഒരുക്കമുണ്ടായിരുന്നു. വിവേകിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് അവർ അടുക്കുകയായിരുന്നു. പൂർണ്ണതയിലേക്കുള്ള അവരുടെ ആ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അവർ കടക്കുകയായിരുന്നു. വിവരിക്കാൻ വാക്കുകളില്ലാത്തത്ര മനോഹരമായിരുന്നു ലണ്ടനിലെ ആ വസന്തകാലം. മരങ്ങളിൽ പുതിയ പച്ചിലകളും പൂക്കളും വിരിഞ്ഞു തുടങ്ങി. എന്നാൽ പ്രകൃതിയിലെ ആ മാറ്റങ്ങളെക്കാൾ വലിയൊരു മാറ്റം ആര്യയുടെയും വിവേകിന്റെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്യയുടെ ഗർഭകാലം കാത്തിരിപ്പിന്റെ ഏറ്റവും നിർണായകമായ അവസാന ഘട്ടത്തിലേക്ക്, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ 9ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. മുൻ മാസങ്ങളെ അപേക്ഷിച്ച് 9ാം മാസം ആര്യയ്ക്ക് ശാരീരികമായ വലിയ വെല്ലുവിളികളാണ് നൽകിയത്. അവളുടെ മെലിഞ്ഞ ശരീരം ആ പൂർണ്ണ ഗർഭിണിയുടെ ഭാരം താങ്ങാൻ ശരിക്കും പാടുപെടുകയായിരുന്നു. കാലുകളിൽ വല്ലാതെ നീര് വെച്ചു വിയർത്തു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന നടുവേദനയും ശ്വാസമെടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും അവളെ വല്ലാതെ അലട്ടി. രാത്രികളിൽ ശരിയായ രീതിയിൽ കിടന്നുറങ്ങാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൾ വേദന കൊണ്ട് നെടുവീർപ്പെടുമ്പോൾ അവളുടെ ഓരോ ചെറിയ അനക്കത്തിനും കാവലായി വിവേക് കൂടെ തന്നെ ഉണ്ടായിരുന്നു. മുൻപൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യം അടക്കി ഭരിച്ചിരുന്ന ആ പഴയ വിവേകിനെ ഇപ്പോൾ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. പകരം ആര്യയുടെ ഓരോ ശ്വാസത്തിനും വില കൽപ്പിക്കുന്ന, അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു പുതിയ മനുഷ്യനായി അവൻ മാറിയിരുന്നു. രാത്രികളിൽ അവൾക്ക് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന് അവളുടെ തലമുടിയിൽ മൃദുവായി തലോടി കൊടുക്കും. കാലുകളിലെ നീര് കാരണം അവൾ ബുദ്ധിമുട്ടുമ്പോൾ ആ മുറിയിൽ തറയിലിരുന്ന് മണിക്കൂറുകളോളം ഇളം ചൂടുള്ള എണ്ണ കൊണ്ട് അവൻ അവളുടെ കാലുകൾ തിരുമ്മിക്കൊടുക്കും. ആ സമയത്ത് ആര്യയുടെ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞൊഴുകും. തന്നെയും തന്റെ കുഞ്ഞിനെയും അവൻ ഉപേക്ഷിച്ചുവെന്ന് കരുതി താൻ അവനെ വെറുത്ത ആ നാളുകളെ കുറിച്ചോർത്ത് അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും. എന്തിനാ എന്റെ പെണ്ണെ ഇങ്ങനെ കരയുന്നത്? ഇതൊക്കെ എന്റെ കടമയല്ലേ? അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ ചോദിക്കും. ആ സ്നേഹത്തിന് മുന്നിൽ അവളുടെ സകല വേദനകളും അലിഞ്ഞില്ലാതാകുമായിരുന്നു. 9ാം മാസത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം എമിലി അവരുടെ ഫ്ളാറ്റിലേക്ക് വന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള മെറ്റേണിറ്റി ബാഗ് തയ്യാറാക്കാനാണ് അവൾ വന്നത്. വളരെ രസകരമായ ഒരു സായാഹ്നമായിരുന്നു അത്. ചെറിയ പഞ്ഞു പോലെയുള്ള കുഞ്ഞുടുപ്പുകളും സോക്സുകളും ഡയപ്പറുകളും ആര്യയ്ക്കുള്ള വസ്ത്രങ്ങളും അവർ ഒരുമിച്ച് ആ ബാഗിലേക്ക് അടുക്കി വെച്ചു. കുഞ്ഞുടുപ്പുകൾ കയ്യിലെടുത്ത് വിവേക് അതിശയത്തോടെ നോക്കുന്നത് കണ്ട് ആര്യയും എമിലിയും പൊട്ടിച്ചിരിച്ചു. വിവേക്, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച അച്ഛനായിരിക്കും. ആര്യ എത്ര ഭാഗ്യവതിയാണ്. എമിലി പറഞ്ഞപ്പോൾ ആര്യ അഭിമാനത്തോടെ അവനെ നോക്കി. ആ മുറിയിലാകെ സന്തോഷത്തിന്റെ അലയൊലികൾ നിറഞ്ഞു നിന്നു. വരാൻ പോകുന്ന അതിഥിക്കായി ഒരുക്കിയ ആ മുറിയിലെ ചുവരുകളിൽ വിവേക് മനോഹരമായ ചിത്രങ്ങൾ വരച്ചു ചേർത്തിരുന്നു. ജനാലയ്ക്കരികിൽ ഒരു കൊച്ചു തൊട്ടിലും അവൻ ഒരുക്കി വെച്ചു. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി. ഡോക്ടർ നൽകിയ പ്രസവ തീയതി അടുത്തു വരികയാണ്. 9ാം മാസത്തിന്റെ അവസാന ആഴ്ചകളിൽ ആര്യയ്ക്ക് ഇടയ്ക്കിടെ ചെറിയ വേദനകൾ വന്നു തുടങ്ങിയിരുന്നു. പ്രാക്സ്റ്റൺ ഹിക്സ് എന്നറിയപ്പെടുന്ന പ്രസവത്തിന് മുന്നോടിയായുള്ള ഇത്തരം വ്യാജവേദനകൾ വരുമ്പോഴെല്ലാം വിവേക് പരിഭ്രാന്തനാകും. വേദന തുടങ്ങിയെന്ന് അവൾ പറയുന്ന നിമിഷം തന്നെ അവൻ കാറിന്റെ താക്കോലും ബാഗും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടാൻ തയ്യാറാകും. അവന്റെ ആ വെപ്രാളം കണ്ട് വേദനക്കിടയിലും ആര്യയ്ക്ക് ചിരി വരും. വിവേക്, അടങ്ങൂ. ഇത് യഥാർത്ഥ വേദനയല്ല. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്? അവൾ അവനെ സമാധാനിപ്പിക്കും. എങ്കിലും അവളുടെ അടുത്തു നിന്നും ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഒരു സായാഹ്നത്തിൽ ബാൽക്കണിയിൽ ഇളം കാറ്റിട്ടിരിക്കുമ്പോൾ ആര്യയുടെ ചിന്തകൾ നാട്ടിലെ തന്റെ വീട്ടിലേക്കും അച്ഛനിലേക്കും പോയി. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് എന്നെ കാണുമ്പോൾ അച്ഛൻ എത്രമാത്രം സന്തോഷിച്ചെന്നെ. അവളുടെ ശബ്ദം ഇടറി. വിവേക് അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു. നിന്റെ അച്ഛൻ എവിടെയും പോയിട്ടില്ല ആര്യ. അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നീ സന്തോഷമായി ഇരിക്കുന്നതാണ് ആ മനുഷ്യൻ എപ്പോഴും ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ലണ്ടനിൽ പഠിക്കാൻ വന്നു. ഇനി നമ്മുടെ കുഞ്ഞിലൂടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എക്കാലവും നമ്മോടൊപ്പം ഉണ്ടാകും. വിവേകിന്റെ ആ വാക്കുകൾ അവൾക്ക് നൽകിയ ആശ്വാസം വലുതായിരുന്നു. അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും മാനസികമായി പരസ്പരം കൂടുതലടുത്ത് ഓരോ നിമിഷവും വരാൻ പോകുന്ന പുതിയ ജീവനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി അവർ ആ 9ാം മാസത്തിന്റെ അവസാന ദിനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഏത് നിമിഷവും ആ വലിയ സന്തോഷം അവരുടെ പടിവാതിൽക്കൽ എത്താം. അതിനായുള്ള അവരുടെ കാത്തിരിപ്പ് അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ്. ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആ മനോഹരമായ പൗർണമി രാത്രി വന്നെത്തി. ജനാലയിലൂടെ നിലാവ് ആ മുറിയിലേക്ക് പരന്നൊഴുകിയിരുന്നു. വലിയൊരു സോഫയിൽ ആര്യ ചാരി കിടക്കുമ്പോൾ വിവേക് താഴെ കാർപ്പറ്റിലിരുന്ന് ഒരു പുസ്തകം വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു. ജനിക്കാനിരിക്കുന്ന തങ്ങളുടെ കുഞ്ഞിന് അച്ഛന്റെ ശബ്ദം പരിചിതമാകാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്നാണ് ആര്യയുടെ മുഖത്ത് ഒരു നേരിയ വേദന മിന്നി മറഞ്ഞത്.
അവൾ വയറ്റിൽ കൈവച്ച് ഒന്ന് പുളഞ്ഞു. മുൻപ് വന്നിരുന്ന വ്യാജവേദനകൾ പോലെയല്ല, അടിവയറ്റിൽ നിന്നും പുറത്തേക്ക് അരിക്കുന്ന കഠിനമായ വേദനയായിരുന്നു അത്. അവളുടെ മുഖം വിയർത്തു. വിവേക്, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ട നിമിഷം തന്നെ ഇത് യഥാർത്ഥ പ്രസവവേദനയാണെന്ന് വിവേകിന് മനസ്സിലായി. മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നത് കൊണ്ട് യാതൊരു പരിഭ്രമവും കൂടാതെ അവൻ വേഗത്തിൽ കാറെടുത്ത് അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കുതിച്ചു. ലണ്ടൻ നഗരത്തിലെ നിരത്തുകളിലൂടെ ആ കാർ പാഞ്ഞു പോകുമ്പോൾ പിൻസീറ്റിൽ വേദന കൊണ്ട് പുളയുന്ന ആര്യയെ നോക്കുമ്പോഴെല്ലാം അവന്റെ ഹൃദയം പതറുകയാണ്. എങ്കിലും അവളോട് ധൈര്യമായിരിക്കാൻ അവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആശുപത്രിയിലെത്തിയ പാടെ മെഡിക്കൽ സംഘം അവളെ ലേബർ റൂമിലേക്ക് മാറ്റി. ആശുപത്രിയുടെ ആ നീണ്ട ഇടനാഴിയിലൂടെ ആര്യയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ വിവേക് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ഞാൻ ഇവിടെ തന്നെയുണ്ട് ആര്യ, നിനക്കൊന്നും സംഭവിക്കില്ല. ലേബർ റൂമിന്റെ വാതിലുകൾ അടഞ്ഞപ്പോൾ പുറത്തെ ആ ശൂന്യമായ ഇടനാഴിയിൽ വിവേക് തനിച്ചായി. അവന്റെ മനസ്സിലൂടെ കഴിഞ്ഞ കാലങ്ങൾ ഒരു ചലച്ചിത്രം പോലെ മിന്നിമറഞ്ഞു. അവളെ തന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി താൻ മെനഞ്ഞെടുത്ത നാടകങ്ങൾ, ഈ കൊടുന്തണുപ്പിൽ അവളെ തനിച്ചാക്കിയ ദിവസങ്ങൾ, മരണം മുഖാമുഖം കണ്ട യാതനകൾ എല്ലാം കടന്ന് ഇന്ന് അവൾ തന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കൈകൾ കൂപ്പി പ്രാർത്ഥനയോടെ നിന്നുപോയി. കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർമാരുടെ അനുമതിയോടെ സ്ക്രബും മാസ്കും ധരിച്ച് അവൻ ലേബർ റൂമിലേക്ക് കടന്നു ചെന്നു. ആര്യ വേദന കൊണ്ട് അലറുകയാണ്. അവൻ അവളുടെ അരികിൽ ചെന്ന് ആ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ വിയർപ്പിൽ കുതിർന്ന മുടിയേഴുകൾ അവൻ തലോടി ഒതുക്കി. ഇല്ല എന്റെ ആര്യ, നീ ഒരുപാട് ദൂരം താണ്ടിയവളാണ്. നമ്മൾക്ക് വേണ്ടി, നമ്മുടെ സ്നേഹത്തിന് വേണ്ടി ഈ വേദന കൂടി എനിക്ക് സഹിക്കാൻ കഴിയും. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ആ സാമീപ്യം അവൾക്ക് വലിയൊരു ധൈര്യം നൽകി. ഒടുവിൽ ആ നീണ്ട കാത്തിരിപ്പിനും വേദനകൾക്കും വിരാമം വിട്ടുകൊണ്ട് ആ മുറിയിൽ ഒരു പുതിയ ജീവന്റെ ആദ്യത്തെ കരച്ചിൽ മുഴങ്ങി. ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ വിവേകിന് തോന്നി. ഡോക്ടറുടെ കൈകളിൽ ചോരയും മാംസവും കലർന്ന ആ ചെറിയ ജീവനെ കണ്ടപ്പോൾ അവന്റെ ശ്വാസം നിലച്ചുപോയി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബേബി ഗേൾ. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും വിവേക് ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. ഒരു ചെറിയ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് നേഴ്സ് ആ കുഞ്ഞിനെ ആര്യയുടെ നെഞ്ചിലേക്ക് കിടത്തിക്കൊടുത്തു. ആ ഇളം ചൂട് തന്റെ ശരീരത്തിലേക്ക് പടർന്നപ്പോൾ ആര്യ അതുവരെ അനുഭവിച്ച സകല വേദനകളും മറന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകിയിറങ്ങി. അവൾ ആ കുഞ്ഞിന്റെ നെറുകയിൽ ചുംബിച്ചു. വിവേക് അവളുടെ അരികിലേക്ക് കുനിഞ്ഞ് ആര്യയുടെയും കുഞ്ഞിന്റെയും കവിളുകളിൽ മാറി മാറി ചുംബിച്ചു. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഒരു ലോകം അവർ ആ ഒരൊറ്റ നിമിഷത്തിൽ തിരിച്ചു പിടിക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആര്യയും കുഞ്ഞും ആശുപത്രി വിട്ട് തങ്ങളുടെ ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തി. കുഞ്ഞിനെ കാണാൻ എമിലി നിറയെ സമ്മാനങ്ങളുമായി വന്നിരുന്നു. നാട്ടിൽ നിന്നും ശ്വേതയും വീഡിയോ കോളിലൂടെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. തങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന അവൾക്ക് അവർ നില എന്ന് പേരിട്ടു. നില വിവേക്. വിവേകിന്റെ ലോകം ഇപ്പോൾ ആ ചെറിയ കുഞ്ഞിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്നു. ലണ്ടനിലെ വസന്തകാലം അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ്. ഒരു സായാഹ്നത്തിൽ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ ആര്യയും വിവേകും നിൽക്കുകയാണ്. വിവേകിന്റെ നെഞ്ചോട് ചേർന്ന് സുഖമായി ഉറങ്ങുകയാണ് ചെറിയ നില. ആര്യ അവന്റെ തോളിലേക്ക് ചാരി നിന്നു. അവൻ തന്റെ ഒരു കൈ കൊണ്ട് ആര്യയെ ചേർത്ത് പിടിച്ചു. നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചുവല്ലേ ആര്യ? ഒരിക്കലും ഒന്നിക്കില്ലെന്ന് കരുതിയ നമ്മൾ ഇന്ന് ഈ വലിയ ലോകത്ത് നമ്മളുടേതായ ഒരു സ്വർഗം തീർത്തിരിക്കുന്നു, വിവേക് അവളോട് പറഞ്ഞു. ആര്യ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. പ്രണയം എപ്പോഴും അങ്ങനെയല്ല വിവേക്. അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും, കരയിപ്പിക്കും. എന്നാൽ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ വന്നാലും അത് നമ്മളെ വീണ്ടും ഒരുമിപ്പിക്കും. എന്റെ അച്ഛന് നിങ്ങൾ കൊടുത്ത വാക്ക് നിങ്ങൾ തെറ്റിച്ചില്ല. എന്നെ നിങ്ങൾ അനാഥയാക്കിയില്ല. അവൻ ആര്യയുടെ നെറ്റിയിൽ ഒരു ദീർഘചുംബനം നൽകി. അകലെ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. പെയ്തൊഴിഞ്ഞ പെരുമഴകൾക്കും മരവിപ്പിക്കുന്ന ശൈത്യത്തിനും ശേഷം അവരുടെ ജീവിതത്തിൽ ഉദിച്ച ആ വസന്തം ഒരിക്കലും അവസാനിക്കാത്തതായിരുന്നു. ഭൂതകാലത്തിന്റെ മുറിവുകളെല്ലാം സ്നേഹം കൊണ്ട് ഉണങ്ങിയിരിക്കുന്നു. തങ്ങളുടെ കുഞ്ഞിന് കാവലായി, പരസ്പരം താങ്ങായി പുതിയൊരു പ്രഭാതത്തിലേക്ക് അവർ ഒരുമിച്ച് നടന്നു തുടങ്ങുകയായിരുന്നു. ആ ഒരൊറ്റ രാത്രിയിൽ മാറി പറഞ്ഞ അവരുടെ ജീവിതം ഇപ്പോൾ പൂർണ്ണതയുടെ ഏറ്റവും മനോഹരമായ തീരത്തെത്തി നിൽക്കുന്നു. പ്രണയത്തിന്റെ ഈ മനോഹര കാവ്യം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുവെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കിലൂടെ നിങ്ങളത് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കൂടാതെ വീഡിയോക്ക് ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു കഥയുമായി കാണുന്നവരെ സ്നേഹത്തോടെ നന്ദി.